നമസ്കാരം മാന്യ പ്രേക്ഷകരെ, ന്യൂസ് കഫേ ലൈവിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്നേഹ സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ട അതിഥികളായിട്ടുള്ള VR രാജശേഖരൻജി, ചണ്ടാള ബാബാജി, പിന്നെ മറ്റൊരു അതിഥി കൂടി നമ്മൾക്ക് വരാനുണ്ട്. സ്വതന്ത്ര ചിന്തകനായിട്ടുള്ള ആരിഫ് ഹുസൈൻ തെരുവോത്ത് എന്ന് പറയുന്ന നമ്മുടെ ആരിഫ് ഹുസൈൻ സാർ കൂടെ വരാനുണ്ട്. അദ്ദേഹം 7:30 ആകുമ്പോൾ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട്, എല്ലാ കണ്ണുകളും റഫായിലേക്ക് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ. അത് ഇസ്ലാമിക നാമധാരികൾ അതല്ലെങ്കിൽ ഇസ്ലാമിക ജിഹാദികളിൽ നിന്ന് തുടക്കം കുറിച്ച് പിന്നീട് അത് ഇവിടുത്തെ സെലിബ്രിറ്റികളായിട്ടുള്ള സിനിമാ നടന്മാർ, അതിൽ എടുത്തു പറയേണ്ടത് മുസ്ലിം നാമധാരികളായിട്ടുള്ള സിനിമാ നടന്മാർ അത് ഏറ്റെടുത്തുകൊണ്ട് എല്ലാ കണ്ണുകളും റഫായിലേക്ക് എന്ന് പറഞ്ഞ ക്യാമ്പയിൻ കണ്ടിട്ടുള്ള ആളുകൾ തന്നെയാണ് നമ്മൾ. എന്തായിരുന്നു അവർ ഉപയോഗിച്ചിരുന്ന എന്തായിരുന്നു കാരണം എന്ന് കൂടി ഇവിടെ വിശദീകരിക്കേണ്ടതുണ്ട്. നമ്മൾക്കറിയാം, ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള പ്രശ്നം, അത് മുതലെടുത്തുകൊണ്ട് ഹമാസ് എന്ന് പറയുന്ന കൊടും ഭീകരന്മാർ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് നമ്മൾക്കറിയാം. അത്തരത്തിൽ ഹമാസ് എന്ന് പറയുന്ന കൊടും ഭീകരവാദികൾ ഇസ്രയേലിലേക്ക് മിസൈലുകൾ തൊടുത്തുവിടുന്നു. 10-12ഓളം മിസൈലുകൾ തൊടുത്തുവിടുന്നു. പക്ഷെ ഇസ്രയേലിന് അത് ചെറിയൊരു ശരങ്ങളെ പോലും അത് അവർ തട്ടിക്കളയുന്ന രീതിയിൽ തന്നെ അവരുടെ അത് ഉപയോഗിച്ചുകൊണ്ട് അവർ തട്ടിക്കളയുന്നു. പക്ഷെ അതിന് തിരിച്ചടിയായിക്കൊണ്ട് ഇസ്രയേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ 45ഓളം പലസ്തീനികൾ, നിരപരാധികളായിട്ടുള്ള പലസ്തീനികൾ കൊല്ലപ്പെടുന്നു. ഏതൊരു മനുഷ്യൻ കൊല്ലപ്പെട്ടാലും, അത് കുഞ്ഞായിക്കോട്ടെ, യുവാക്കളായിക്കോട്ടെ, അതല്ലെങ്കിൽ മുതിർന്നവരായിക്കോട്ടെ, നമ്മൾക്ക് എല്ലാവർക്കും മാനുഷിക പരിഗണന നൽകിക്കൊണ്ട് അതൊന്നും നമ്മൾക്ക് എല്ലാവർക്കും വിഷമാവസ്ഥ സൃഷ്ടിക്കുന്നത് തന്നെയാണ്. പക്ഷെ ഇസ്രയേലിനെ അങ്ങോട്ട് ആക്രമിച്ചിട്ട് തിരിച്ചടി വാങ്ങി കിട്ടുമ്പോൾ കൊല്ലപ്പെടുന്ന ആളുകളുടെ ചിത്രവും വീഡിയോയും കാട്ടിക്കൊണ്ട് ഇതാ ഇവരെ കൊന്നു ഇസ്രയേൽ എന്ന് പറയുന്ന രീതിയിലുള്ള ക്യാമ്പയിൻ തന്നെയായിരുന്നു റഫ എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഈ 45 പേർക്ക് വേണ്ടി നടത്തിയ ക്യാമ്പയിൻ. അതായിരുന്നു എല്ലാ കണ്ണുകളും റഫായിലേക്ക് എന്ന ആ ഒരു ക്യാമ്പയിൻ. എന്നാൽ കഴിഞ്ഞ ദിവസം 9-ാം തീയതി കാശ്മീരിൽ നടന്ന ഒരു ആക്രമണം ഈ കണ്ണുകൾ റഫായിലേക്ക് കണ്ണ് നട്ടിരിക്കുന്ന ഒരു സെലിബ്രിറ്റികളും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അത് മറ്റൊന്നും കൊണ്ടുമല്ല, അത് ക്ഷേത്ര വിശ്വാസികളായിട്ടുള്ള അതല്ലെങ്കിൽ ക്ഷേത്ര തീർത്ഥാടകരായിട്ടുള്ള ആളുകൾ സഞ്ചരിച്ച ബസ്സിന് നേരെയായിരുന്നു ഇസ്ലാമിക ഭീകരന്മാർ വെടിയുതിർത്തതും. ആ വെടിയുതിർത്തതിനെ തുടർന്ന് ആ ബസ് കൊക്കയിലേക്ക് മറിയുന്നു. അതിന്റെ പേരിൽ ആദ്യം 9ഓളം പേർ മരണപ്പെടുന്നു. ഇന്നിപ്പോൾ ഒരു കുട്ടിയടക്കം 10ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെ ഈ റഫായിലേക്ക് കണ്ണ് നട്ട ആളുകൾ കാണിച്ച ആ ഇരട്ട മുഖമാണ് നമ്മളിവിടെ തുറന്നു കാട്ടുന്നത്. ഇവർക്കാർക്കും കാശ്മീരിലേക്ക് കണ്ണ് നടേണ്ട, അതാണ് വലിയ വേദനാജനകമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ രാജശേഖർജി, അങ്ങിലേക്കാണ് ആദ്യം എന്റെ ഒരു ചോദ്യം വരുന്നത്. ഈ രണ്ട് കണ്ണുകളുടെ വ്യത്യാസം എങ്ങനെയാണ് രാജശേഖർജി അങ്ങ് കാണുന്നത്? കാരണം ഒന്ന്, റഫായിൽ ഇസ്ലാമിക നാമധാരികൾ കൊല്ലപ്പെടുമ്പോൾ, ഇസ്ലാമിക ആ രാജ്യത്ത് കൊല്ലപ്പെടുമ്പോൾ നടക്കുന്ന ആ ഒരു ക്യാമ്പയിൻ, ഇവിടെ നമ്മുടെ നാട്ടിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അത് കണ്ണടച്ചുകൊണ്ട് മാധ്യമങ്ങളടക്കം ഇവിടുത്തെ സെലിബ്രിറ്റികളടക്കം ആ കണ്ണടയ്ക്കുന്ന, ഒന്ന് ഹിന്ദുക്കളാണെങ്കിൽ ഒന്ന് മുസ്ലിങ്ങളാണ് എന്ന വ്യത്യാസത്തിന്റെ പേരിൽ എങ്ങനെയാണ് അങ്ങയുടെ ആ ഒരു വീക്ഷണം വരുന്നത്? ന്യൂസ് കഫേ ലൈവിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാദര നമസ്കാരം. ഒപ്പം എൻ്റെ സഹപാനലിസ്റ്റുകളായിട്ടുള്ള ഏറെ ബഹുമാന്യനായ ചണ്ടാള ബാബാജി, ആരിഫ് ഹുസൈൻ സാർ, അവതാരകനായിട്ടുള്ള VK ബൈജു അവറുകൾ. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇത് മുസ്ലിം രാജ്യങ്ങൾ ഒന്നടങ്കം അവരുടേതായ ഒരു അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമാണ്. അതായത് മുസ്ലിം ജിഹാദികളുടെ നിയന്ത്രണത്തിലാണ് ഇന്ന് മുസ്ലിം രാഷ്ട്രങ്ങൾ അടക്കം എന്ന് പറയുന്നതാണ് പച്ചയായ പരമാർത്ഥം. കാരണം ചില ഭാഗത്ത് അവര് ഒളിഞ്ഞും തെളിഞ്ഞും അവരുടേതായ ശൈലി പുറത്ത് കാണിക്കുന്നത് ആരും ഇന്ന് അതിനെ വിമർശിക്കാൻ പോയിട്ട് സത്യം തുറന്നു പറയാൻ പോലും തയ്യാറാവില്ല. ഭയമാണ്. അപ്പൊ അത് കൂടുതലായി വ്യാപിച്ചിരിക്കുന്നത് ഭാരതത്തിലാണ്. അപ്പൊ ഇവിടെ ഹമാസ് തീവ്രവാദികൾക്ക് എന്തുമാവാം. അവരെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം തിരിച്ചടി കിട്ടുമ്പോ ഇരവാദവുമായി വരുമ്പോ അവരെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെ അവരെ പിന്തുണയ്ക്കാൻ 58ഓളം മുസ്ലിം രാജ്യങ്ങളിലെ ബഹുഭൂരിപക്ഷവും തയ്യാറാണ്. ആ ഭീകരന്മാർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവർ തയ്യാറാണ്, ഒളിഞ്ഞും തെളിഞ്ഞും. അവിടെ വരുമ്പോൾ മനുഷ്യാവകാശവും മറ്റു പല കാര്യങ്ങളും അവർക്ക് വ്യക്തമാക്കുന്നതിന് വേണ്ടി അവർ തയ്യാറാവും. ഭാരതത്തിലെ അവസ്ഥയും അത് തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തില് നാം കണ്ടതാണ്. മലപ്പുറം ജില്ലയിലെ അവിടുത്തെ തീവ്രവാദിക്ക് നേരിട്ട് വരാൻ പറ്റാത്തത് കൊണ്ട് അയാളെ ക്ഷണിച്ചു വരുത്തുന്നു മലപ്പുറത്തേക്ക്. എന്നിട്ട് പറയുന്നു ബുൾഡോസർ വെച്ച് ഇവിടുത്തെ ഹിന്ദുത്വവാദികളെ മുഴുവൻ മൂടോടെ ഇല്ലായ്മ ചെയ്യണം എന്ന് പറയുന്ന സമയത്ത്
അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും, അല്ലെ അത് തെറ്റേ എന്ന് പറയുവാൻ ഇവിടുത്തെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഇവിടുത്തെ ദേശീയവാദികളോ അല്ലെ ഇവിടുത്തെ നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകളോ, മുസ്ലിം സമൂഹത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയ ധാരാളം നിഷ്പക്ഷമതികളുണ്ടെന്നാണ്. പക്ഷെ അവരാരും ഇവരെ കുറ്റപ്പെടുത്തുവാനായിട്ട് തയ്യാറല്ല. അതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? അവർക്ക് എന്തുമാവും. അവരെ കാരണം എന്താണ്? നമ്മുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചാല് MA ബേബി സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് രാജാ രവിവർമ്മയുടെ പേരിലുള്ള പുരസ്കാരം വാങ്ങാൻ ആരെയാ നിശ്ചയിച്ചത്? MF ഹുസൈനെയാണ്. MF ഹുസൈൻ എന്താ അതിനുള്ള യോഗ്യത എന്തായിരുന്നു? ഹൈന്ദവ ദേവീദേവന്മാരെ വികൃതമായി പ്രതിഫലിക്കുക. നഗ്നയായ സീതാദേവിയെയും ലക്ഷ്മി ദേവിയെയും പാർവതി ദേവിയെയും, നഗ്നയായ സീതാദേവിയെ ഹനുമാൻ തോളിൽ ചുമക്കുന്നത്, ഇത് ആലോചിച്ച് നോക്കട്ടെ, ഇത് മുസ്ലിം രാജ്യങ്ങളിൽ പറ്റുമോ? മുസ്ലിം രാജ്യങ്ങളിൽ ഇത് നടക്കുമോ? വേണ്ട, കേരളത്തിൽ നടക്കുമോ? അപ്പോഴേക്കും പ്രവാചക നിന്ദ ആരോപിച്ച് ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പൊ ഇവിടെ പൊതുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്, ഇവരെ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത തരത്തിലേക്ക് പതിയെ പതിയെ കഴിഞ്ഞ ഒരു 60 വർഷത്തെ ഒരു 66 വർഷത്തെ ചരിത്രത്തിൽ പതിയെ പതിയെ ഇത് കൊണ്ടുവരികയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഭാഗം പിരിഞ്ഞു പോയവരാണ്. അവരുടെ സംഘടിതമായ ശക്തിയെ സമ്മർദ്ദതന്ത്രമാക്കി ഉപയോഗിച്ചുകൊണ്ട് ഭാരത സർക്കാരിനെയും ഭാരതത്തിലെ പ്രതിപക്ഷ പാർട്ടികളെയും നിലയ്ക്ക് നിർത്തി അവർ കാര്യങ്ങൾ സാധിച്ചു കൊണ്ടുവരുന്നതായ സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ സാധിക്കും. ഭരണഘടനാ ശില്പികള് ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർജി ഭരണഘടനാ ശില്പിയാണ്. അദ്ദേഹം തയ്യാറാക്കിയ ഭരണഘടനയെ അട്ടിമറിച്ചത് ആർക്കു വേണ്ടി? അവിടെ ഭേദഗതി കൊണ്ടുവന്നത് ആർക്കു വേണ്ടിയായിരുന്നു? എല്ലാം തന്നെ ഇസ്ലാമിക സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നതായ സ്ഥിതിവിശേഷം സൃഷ്ടിച്ചെടുത്തു. ബഹുമാനപ്പെട്ട ജവഹർലാൽ നെഹ്റു ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന കാലം മുതൽ നമ്മൾ ആലോചിച്ച് നോക്കണം. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് വന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്തായാലും ശരി, രാജീവ് ഗാന്ധിയുടെ കാലത്തായാലും, ഇപ്പൊ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുന്നതിനു വേണ്ടി പോലും ഇസ്ലാമിക രാജ്യങ്ങളാണ് അതിനു വേണ്ടിയിട്ട് ഇപ്പോ ഗവൺമെന്റ്, ഭാരത സർക്കാർ അതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബോണ്ട് കൊടുക്കുന്ന ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ മേഖലകളിലെ ഹിന്ദുക്കളുടെ ഇടയിലാണ് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചത്. പിന്നോക്ക വിഭാഗം, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ദരിദ്ര നാരായണന്മാരായ ഹൈന്ദവ സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രതിമാസം 8,500 രൂപ. മറ്റുള്ളവരോട് പറഞ്ഞു 1,00,000 രൂപ വർഷം തോറും. ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഇപ്പോ കോൺഗ്രസ് ഓഫീസുകളുടെ മുമ്പിൽ ക്യൂ നിൽക്കുകയാണ്. സ്ത്രീകളടക്കം ക്യൂ നിൽക്കുകയാണ്. കേരളത്തിലോ ഇപ്പൊ തൃശ്ശൂര് നമ്മൾ കാണുന്നുണ്ട്, അടി നടക്കുകയാണ്. എവിടെ നടക്കുന്നത്? കോൺഗ്രസ് ഓഫീസിലാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് എന്താണ്? രാഹുൽ ഗാന്ധിക്ക് മുൻപ്, രാജീവ് ഗാന്ധിക്ക് ശേഷം 10 വർഷം നമ്മുടെ നാട് ഭരിച്ച UPA കാലത്ത് അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പ്രഖ്യാപനം എന്തായിരുന്നു? മൻമോഹൻ സിംഗ് പറഞ്ഞത് ഈ രാജ്യത്തിന്റെ വിഭവ സമാഹരണത്തിന്റെ ആദ്യ പങ്ക് മുസ്ലിമങ്ങൾക്കുള്ളതാണ്. കേരളത്തിൽ പിണറായി വിജയൻ എന്താണ് പറയുന്നത്? എല്ലാവിധ ആനുകൂല്യങ്ങളും വാരിക്കോരി കൊടുക്കുകയാണ്. നമ്മൾ ആരാധനാലയങ്ങളുടെ കണക്കെടുക്കുക, പള്ളികൾക്ക് കൊടുക്കുന്നതിന് 1.5 രൂപയേ ഉള്ളൂ ഇലക്ട്രിസിറ്റി ചാർജ്. ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് അല്പം കൂടെ കൂടുതൽ. ഹിന്ദു ക്ഷേത്രങ്ങൾക്കോ 1 യൂണിറ്റിന് 7.5 രൂപ വെച്ച് കൊടുക്കണം ഇലക്ട്രിസിറ്റി ചാർജസ്. പിന്നെ അവർക്ക് കൊടുക്കുന്ന ഇപ്പൊ ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്ന എവിടാണെന്നറിയോ? ഞാൻ ഇത് പ്രേക്ഷകരോട് സംവദിക്കുന്ന സമയത്ത് ഇടതു വലതു മുന്നണികളുടെ വ്യത്യാസമില്ലാതെ തന്നെ സംവരണ ആനുകൂല്യങ്ങൾ അട്ടിമറിച്ച്, ഇപ്പൊ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാത്രമല്ല പിണറായി വിജയനെ മാത്രം പറയുന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തില് ഉമ്മൻചാണ്ടി ചെയ്ത എന്തായിരുന്നു? അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കെ അദ്ദേഹം ഭരണം കാലാവധി തീരാൻ പോകുന്നു.
അത് കഴിഞ്ഞ് അടുത്ത മന്ത്രിസഭ സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ആ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് ഞാൻ കാണാനിടയായത് മാതൃഭൂമി പത്രത്തിന്റെ 9-ാം പേജിലെ ഒരു ബ്ലോക്ക് പരസ്യം ഉണ്ടായിരുന്നു. സർക്കാരിന്റെ ഒരു വാർത്തയാണ്. എന്തായിരുന്നു അറിയാമോ? മുസ്ലിം റിസർവേഷൻ 4% കൂടി വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനിച്ചു. ആക്ഷേപമുള്ളവർ ജസ്റ്റിസ് ശിവരാജൻ അവറുകൾ, കേരള സംസ്ഥാന പിന്നോക്ക കമ്മീഷന്റെ ചെയർമാനായിട്ടുള്ള ജസ്റ്റിസ് ശിവരാജൻ മുമ്പാകെ ഹാജരാവണം. ഞാൻ നേരിട്ട് ഹാജരായതാണ്. ഇതിനെതിരായിട്ട് കമ്മീഷൻ മുമ്പാകെ ഹാജരായതാണ്. അന്ന് അവിടെ മതം മാറിയ ഒരു ക്രൈസ്തവ സഹോദരനായിരുന്നു IAS ജെ സുകുമാരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ജെ സുകുമാരൻ IAS. അപ്പൊ ഈ ജെ സുകുമാരനെ സംബന്ധിച്ച് അന്വേഷിച്ച സമയത്ത് എന്താണെന്ന് അറിയാമോ? അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് ജോസഫ് സുധാകരൻ എന്നാണ്. സുകുമാരൻ അല്ല, ക്ഷമിക്കണം, സുധാകരൻ, ജോസഫ് സുധാകരൻ എന്നാണ്. ജെ സുധാകരൻ IAS എന്നാണ് ബോർഡ് തൂക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമധേയം ജോസഫ് സുധാകരൻ. അദ്ദേഹവും ഞാനും കൂടെ ഒരു ദിവസം RDA കോടതിയിൽ വെച്ച് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് അദ്ദേഹത്തിന് എന്നെ നല്ല ഓർമ്മയുണ്ടായിരുന്നു. അപ്പോ കമ്മീഷൻ മുമ്പാകെ പരാതി കൊടുക്കാൻ ചെന്നപ്പോ അകത്തേക്ക് കയറ്റത്ത് പോലും ഇല്ലായിരുന്നു. പക്ഷെ ജോസഫ് സുധാകരൻ അവിടെ സഹായിച്ചു. അദ്ദേഹം മെമ്പർ സെക്രട്ടറി ആയിരുന്നു ആ കമ്മീഷനിൽ. പ്രവേശനം കിട്ടി. വിശ്വഹിന്ദു പരിഷത്തിനോട് ആദ്യമുള്ള ചോദ്യം എന്തായിരുന്നു? വിശ്വഹിന്ദു പരിഷത്തിന് ഇതിനകത്തുള്ള ഇൻട്രസ്റ്റ് എന്താണ്? ഈഴവ സമുദായത്തിൽ നിന്ന് ആരും തന്നെ SN ട്രസ്റ്റിന്റെ ഭാഗത്തുനിന്നോ SNDP യോഗത്തിന്റെ ഭാഗത്തുനിന്നോ ഇതിനെ ചോദ്യം ചെയ്യാനായിട്ട് ആരും എത്തിയിട്ടില്ല. ഞാൻ അതിന് വിശദീകരണം, ഇപ്പൊ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ അതിനകത്ത് നിരന്തരമായി കേസ് നടത്തി അതിനകത്ത് ജോസഫ് സുധാകരനോട് അങ്ങേയറ്റത്തെ നന്ദിയുണ്ട്. കാരണം അദ്ദേഹം കാരണമാണ് എനിക്ക് അവിടെ ഉള്ളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞതും അതിന്റെ വാദമുഖം ഉന്നയിക്കാൻ കഴിഞ്ഞതും. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് 4%. എവിടുന്നാണ്? ഈഴവ സമുദായത്തിൻ്റെത് OBC ഇതിന്റെ ഈഴവ സമുദായത്തിന്റെ 4% ഇളവ് ചെയ്തുകൊണ്ട് ആ 4% മുസ്ലിങ്ങൾക്ക് കൊടുക്കാനായിട്ട്. ഇനി ഞാൻ മറ്റൊന്ന് പറയുന്നത്, ഞാൻ പറയുന്നതിനെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയുള്ളത്, മാറാട് സംഭവം കഴിഞ്ഞ ഉടനെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ AK ആന്റണി അവറുകൾ അദ്ദേഹം പരസ്യമായിട്ട് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സമയത്ത് പത്രപ്രതിനിധികളടക്കം അദ്ദേഹത്തെ കണ്ട സമയത്ത് പറഞ്ഞത്, ചില സംഘടനകള്, ചില രാഷ്ട്രീയ പാർട്ടികള്, ചില മതവിഭാഗങ്ങള് അവരുടെ സംഘടിത ശക്തി അത് വളരെ സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് അനർഹമായത് നേടുന്നു. അപ്പൊ ആലോചിച്ച് നോക്കണം. അപ്പൊ ആ നേട്ടത്തിൽ വരുന്നുണ്ട്. അതിനെയൊന്നും ആരും ചോദ്യം ചെയ്യല്ല. ഇവർ എന്ത് കാണിച്ചാലും അതിനെ ചോദ്യം ചെയ്യാൻ ഒരാൾ പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു സാമാജിക വ്യവസ്ഥിതി ഇന്ന് മുസ്ലിം ഭീകരന്മാര്, ആ മുസ്ലിം സമൂഹം അതിന്റെ ബെനിഫിഷ്യറീസ് ആയതുകൊണ്ട് അവരതിനെ മുഴുവൻ ഇന്ന് സപ്പോർട്ട് ചെയ്യുകയാണ്. ഇന്ന് കേരള ഗവൺമെന്റ് തുടങ്ങി വെച്ച സിവിൽ സർവീസ് അക്കാഡമി ഉണ്ട്. ആ സിവിൽ സർവീസ് അക്കാഡമിയിൽ എന്താണ് പറയുന്നത്? അതിലെ 50% സീറ്റ് മുസ്ലിമങ്ങൾക്ക് വേണ്ടി. അത് കൂടാതെ വരുന്ന OBCയിലെ 12% വേറെ വരും മുസ്ലിമങ്ങൾക്ക്. അപ്പൊ തീർച്ചയായിട്ടും 62% പോയി കഴിഞ്ഞ് ബാക്കിയാണ് ഈ രാജ്യത്തെ പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും. അതിനുശേഷം വേണം ലത്തീൻ കത്തോലിക്കര് വരണം, നാടാർ ക്രിസ്ത്യാനി വരണം, അവശ ക്രിസ്ത്യാനി വരണം. ഇങ്ങനെ പല ഇതിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഹിന്ദുവിന് ഇവിടെ ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല. ഒരു ഒറ്റ മിനിറ്റോട് ഏറെ ബഹുമാനായ ബൈജു എനിക്ക് തരണം. ഇതിന്റെ ആധികാരികത ഇതിന്റെ അടിത്തറയൊന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ്. ഇത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൊണ്ടുവരുന്നത് എവിടേക്ക് ഫോക്കസ് ചെയ്യുന്നു? ഇതെല്ലാം തന്നെ ഇവരുടെ സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ നേടിയെടുത്ത് കൊണ്ടുവരികയാണ്. പിണറായി വിജയനെ ഇന്ന് എന്താ പറയുന്നത്, കൂച്ചുവിലങ്ങിട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി. അയാളും ഇതുപോലെ ചെയ്യുകയാണ്. അപ്പൊ ഇതെല്ലാം കൊടുത്തു കഴിയുന്നവരുടെ അവർക്ക് എന്താണ് അവരുടെ ലക്ഷ്യം? ഈ രാജ്യത്തെ, ഈ നാടിനെ ഒന്നുകിൽ ഭാരതത്തിന്റെ ഭരണം അവർക്ക് കിട്ടിയില്ല എങ്കിൽ ബ്യൂറോക്രസിയെ പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിൽ, എന്ത് സർക്കാർ തീരുമാനിച്ചാലും ബ്യൂറോക്രാറ്റ്സ് ആണ് അത് നടപ്പിലാക്കേണ്ടത്. അത് ഞങ്ങൾ തീരുമാനിക്കുന്നത് മാതിരിയെ പോവുകയുള്ളൂ. ജുഡീഷ്യറി ഞങ്ങൾ നിയന്ത്രിക്കും. അതിനായിട്ട് ഞങ്ങൾ അടുത്ത 30 വർഷത്തേക്ക് വേണ്ട ബജറ്റ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. 2047 ഇവിടെ ഇസ്ലാമിക രാജ്യമാക്കും, അല്ലെ ഇസ്ലാമിക സംസ്ഥാനമാക്കും. ഭാരതത്തെ ഇനി വെട്ടിമുറിക്കാൻ കഴിയില്ല എന്നും ആരും ചിന്തിക്കേണ്ട. അതിനൊണ്ടാണ് കട്ടിങ് ഓഫ് ദ സൗത്ത്. അതിനിവിടുത്തെ മാധ്യമങ്ങളിലെ നല്ലൊരു പങ്കില്ലേ?
കട്ടിംഗ് ഓഫ് ദ സൗത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് 24 ന്യൂസ് എല്ലാവരുടെയും നമ്മൾ കണ്ടതാണ്. അവര് തന്നെ ഒരു സെമിനാർ എറണാകുളത്ത് സംഘടിപ്പിച്ചതും ഒക്കെ ഇവിടുത്തെ ജനത, ഈ രാജ്യത്തെ ദേശീയ ജനത മറന്നിട്ടില്ല. അപ്പൊ കട്ടിംഗ് ഓഫ് ദ സൗത്ത് കേരളം, അതേപോലെ തന്നെ മലപ്പുറം എല്ലാം കൂടെ ചേർത്ത് വേറൊരു സംസ്ഥാനം ഉണ്ടാക്കാനുള്ള പരിപാടി, എന്തെല്ലാം വാദകോലാഹലങ്ങൾ. അപ്പൊ ഇവിടെയൊക്കെ ആരും പ്രതികരിക്കാത്ത രീതിയിലേക്ക് കൊണ്ടുവരുന്നു. ഏത് സമയത്തെ പോലെ അധിനിവേശ കാലഘട്ടത്തില് ഭാരതത്തിലേക്ക് കടന്നു വന്ന ഇസ്ലാമിക ഭീകരന്മാരും അതും ഭീകരന്മാരായിരുന്നു. അതേപോലെ ക്രൈസ്തവ തീവ്രവാദികളായിട്ടുള്ള ബ്രിട്ടീഷുകാരും അവരൊക്കെ തന്നെ ഇവിടേക്ക് വന്ന് ചെയ്തത് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തി, അവന്റെ കുടുംബ സംവിധാനവും അവന്റെ സംസ്കാരവും അവന്റെ ആചാര അനുഷ്ഠാനങ്ങളെയും ഇല്ലാതെയാക്കി, അതിനെ താറുമാറാക്കി. എന്നിട്ട് പ്രതികരണശേഷിയില്ലാത്ത, അഭിമാനം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെ, ഭൂരിപക്ഷമാണെങ്കിൽ പോലും പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹമാക്കി മാറ്റാൻ ഹൈന്ദവ സമാജത്തെ നിർബന്ധിതമാക്കി തീർത്തു. അതിൽ നിന്ന് ഇന്നും പൂർണ്ണമായും ഹൈന്ദവ സമാജം മാറിയിട്ടില്ല. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ പിന്നാലെ പോകുന്നതും മുസ്ലിം ചെറുപ്പക്കാരുടെ കെണിയിലെ എല്ലാ തരത്തിലുള്ള ജിഹാദി ഓപ്പറേഷൻസിലും ഇതിനകത്ത് ഇരകളാവുന്നത് ഹിന്ദുക്കളാണ്. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും യുവാക്കന്മാരായാലും യുവതികളായാലും എല്ലാത്തിനകത്തും പോയി പെടുന്നത് ആരാണ്? ഹിന്ദുക്കളാണ്. അതിനുശേഷം അവർക്ക് രക്ഷയില്ല. അവിടെ നിന്ന് അവർക്ക് എവിടെ മോചനം കിട്ടും? ഇവിടുത്തെ ഒരു സാംസ്കാരിക നായകന്മാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഏതെങ്കിലും ജനപ്രതിനിധികളോ ഈ പാവപ്പെട്ട ഹിന്ദുവിനെ പറ്റി പറയുവാൻ ആരുമില്ല. അവന്റെ ആചാരങ്ങൾ നമ്മളിതൊക്കെ നിസ്സാരമായിട്ട് കാണരുത്. കേരളത്തിൽ ആകമാനം കഴിഞ്ഞ ഒരു 50 വർഷമായിട്ട് ചരിത്രം പരിശോധിച്ചാൽ ഓരോ മഹാക്ഷേത്രങ്ങളിലെ ആചാരങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ പൂരത്തെ തകർക്കുന്നു. അവിടുത്തെ കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട് നേരിട്ട് ബന്ധപ്പെടുകയാണ്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളെ കൊണ്ട് ഈ തൃശ്ശൂർ പൂരം നടത്താൻ കെൽപ്പില്ലാത്തവരാണ്, കഴിവില്ലാത്തവരാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തെ ഏതിനൊക്കെ ഉപയോഗിക്കുന്നു? കോർപ്പറേഷനെ ഉപയോഗിക്കുന്നു, കൊച്ചിൻ ദേവസ്വം ബോർഡിനെ ഉപയോഗിക്കുന്നു. ഇതിന്റെ പിന്നിലെല്ലാം തന്നെ ഇസ്ലാമിക തീവ്രവാദികളുടെ കരങ്ങളാണ്. നമുക്ക് പറയാമല്ലോ, ഒരുപക്ഷെ സിനിമ നായകനായിട്ടുള്ള നടനായിട്ടുള്ള മമ്മൂട്ടി അടക്കം അവരുടെയൊക്കെ ഉള്ളിലെ നിലപാടുകൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടി പുറത്തേക്ക് പ്രവഹിക്കാറുണ്ട്. ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നു, ഗുരുവായൂരിനെ തകർക്കാൻ ശ്രമിക്കുന്നു. അവർക്കെല്ലാം തന്നെ സിനിമ ഹറാമാണ്, പക്ഷെ സിനിമയെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ആസ്വദിക്കാം അതിന്റെ സമ്പത്ത്. സിനിമയെ അതിനുപയോഗിക്കാം. ക്ഷേത്രങ്ങളോട് ഹറാമാണ്, പക്ഷേ എന്താണ്, നയ്യാര് പള്ളിയില് അയ്യപ്പന്മാർക്ക് സൗകര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ അയ്യപ്പന്മാരെ മുഴുവൻ മാടി വിളിച്ചിട്ട് അവരുടെ പണം. എന്തുകൊണ്ട്? ഞങ്ങൾക്കിത് ഹറാമാണ്. നൈനാര് പള്ളിയിലേക്ക് ഒരു ഒറ്റ അയ്യപ്പന്മാരും വരുന്നതിനെ ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. എന്തേ എരുമേലിയിലെ നൈനാര് പള്ളിയിലെ ആളുകൾക്ക് എന്തുകൊണ്ടത് പറയാ? അവിടെ വാവരൊന്നുമില്ല, അവിടെയൊക്കെ പച്ചയായ തട്ടിപ്പാണ് നടത്തുന്നത്. എന്തുകൊണ്ട് വാവുരൻ എന്ന ശിവഭൂതത്തെ മതം മാറ്റിക്കൊണ്ട് വാവരാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനു തട്ടിപ്പ് നടത്തുന്നു? മാന്നാറിലെയും അതേപോലെ വായ്പൂരിലെയും കീഴ്വായ്പൂരിലെയും മുസ്ലിം കുടുംബങ്ങൾ അവിടെ പോയിട്ട് ഈ പണം തട്ടുന്നത്, പണം പിടുങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ട്? അപ്പൊ ഇവർക്ക് ഇതെല്ലാം തന്നെ പ്രതികരിക്കാത്തതിന്റെ പേരിൽ, പ്രതികരിച്ചാൽ എന്താ സംഭവിക്കുന്നത്? എന്താണ് പ്രതികരിക്കുന്ന സമയത്ത് ആ പ്രതികരിക്കുന്നവനെ ഒറ്റപ്പെടുത്തുന്നു. സർക്കാര്, കോടതികൾ പോലും പല വിധി പ്രസ്താവ്യങ്ങളും കാണുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത്? അതിന്റെ ഒരു സത്യാന്വേഷണം നടത്തുന്നില്ല. കെട്ടുന്ന വിവരങ്ങളെ മാത്രം ആധാരമാക്കിക്കൊണ്ട് പലതും യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത നിലപാടുകളാണ് ഒരുപക്ഷെ കോടതികൾ പോലും സ്വീകരിക്കുന്നത്. പലപ്പോഴും ഹിന്ദുക്കൾക്ക് അനുഭവവേദ്യമാവുന്നത് എന്ന് അവിതർക്കിതമായി നമുക്ക് പറയുവാനായിട്ട് കഴിയും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയത്തെയും നമുക്ക് കാണേണ്ടത്. നാം ആലോചിച്ച് നോക്കണം, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ് ഭീകരന്മാർ ഇതിന് തയ്യാറായത്. എല്ലാ പ്രശ്നങ്ങളും കാശ്മീരിൽ കെട്ടടങ്ങിക്കൊണ്ട് അവിടുത്തെ വിദ്യാർത്ഥികൾ മുഴുവനും ഇന്ന് കലാലയങ്ങളിൽ പോകുന്നു. അവിടെ സാധാരണ സ്വൈര ജീവിതം വന്നു. അവിടെ നിന്നും 90-91 കാലയളവിൽ ആട്ടി ഓടിക്കപ്പെട്ട കാശ്മീരി പണ്ഡിറ്റുകള് അമൃത്സറിലെയും ഡൽഹിയിലെയും തെരുവോരങ്ങളിൽ പിച്ച തെണ്ടിക്കഴിഞ്ഞവരിൽ നിന്ന് ആത്മാഭിമാനത്തോടെ തിരിച്ചു വരുന്നു. എല്ലാവരും വാസ്തവത്തിൽ സന്തോഷത്തോടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ വേർതിരിവില്ലാതെ സന്തോഷത്തോടെ കഴിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ
ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ ആലോചിച്ച് നോക്കണം. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആയി ലോകാരാധ്യനായ നരേന്ദ്രമോദിജി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം നിരപരാധികള് അവര് തീർത്ഥാടനം പോയി, വൈഷ്ണവി ദേവി ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് അവര് തീർത്ഥാടനം പോവുകയാണ്. പോകുന്ന സമയത്ത് നമ്മൾ കാണുന്ന എന്താണ്? ഡ്രൈവർക്ക് നേരെ വെടിയുതിർക്കുന്നു, നിയന്ത്രണം വിട്ട വണ്ടി കൊക്കയിലേക്ക് മറിയുന്നു. അതിനുശേഷം റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിച്ചുകൊണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം 10 പേര് തൽക്ഷണം മരിക്കുന്നതായ സാഹചര്യം. 41ഓളം ആളുകൾ ഇന്ന് മരണത്തോട് മല്ലിട്ട് അത്യാസന്ന നിലയിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ഇതിനെ അപലപിക്കാൻ നാം ആലോചിച്ച് നോക്കണം. ഒരു ട്രെയിനില് ഒരു മുസൽമാന് യാത്ര ചെയ്ത സമയത്ത് സീറ്റിനെ ചൊല്ലിയുള്ള ഒരു തർക്കത്തിൽ ഒരു മുസൽമാൻ ട്രെയിനിൽ നിന്ന് വീണ് മരിക്കാനിടയായപ്പോ മുഖ്യമന്ത്രി പോയി 10 ലക്ഷവുമായിട്ടാണ് പോയത്. തന്റെ മരുമകനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി 10 ലക്ഷവുമായിട്ട് പോയി. ഇതിനെതിരെ ഒരു 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 എന്താ പറയുന്നത്, ഒരു ശ്രദ്ധാഞ്ജലി അർപ്പിക്കുവാൻ ഈ കേരളത്തിന്റെ മണ്ണില് നാം ആലോചിച്ച് നോക്കണം. ഒരു രാഷ്ട്രീയക്കാരനെയും ഒരു MLA-യും ഒരു MP-യെയും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. വാസ്തവത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ആ പിഞ്ചു കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു? ഹമാസ് തീവ്രവാദികള് വെടിയുതിർത്തു അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത സമയത്തേക്ക് എന്ത് ചെയ്തു? അല്ലെ ഇസ്രയേല് തിരിച്ചടിച്ച സമയത്ത് ഉറങ്ങിക്കിടന്നിരുന്ന ആളുകളെ പിച്ചി ചീന്തിയതിനെ സംബന്ധിച്ച് ആരും പറയുന്നില്ല. അത് ഇസ്രായേലി ജനത സഹിച്ചുകൊള്ളണം. നമ്മുടെ ഭാരതത്തിന്റെ അവസ്ഥ തന്നെയാണ്. അത് അവരനുഭവിച്ചോണം. തിരിച്ചൊരക്ഷരം ഉരിയാടില്ല. അത് മനുഷ്യാവകാശ ലംഘനമാവും. അവിടെ പിഞ്ചു കുഞ്ഞുങ്ങളോടുള്ള ആ ജീവകാരുണ്യം തകർന്നു പോകുന്നു. അപ്പൊ ഇതൊക്കെ ഒരു ശുദ്ധമായ തട്ടിപ്പാണ്. ഇവറ്റകള് നിശ്ചയമായിട്ടും പരിപൂർണമായും എന്താ ചെയ്യുന്നത്? ഇവിടെ ഹിന്ദുത്വത്തെ ഇല്ലായ്മ ചെയ്യണം. ഈ രാജ്യത്തെ വീണ്ടും ശിഥിലീകരിക്കണം. ഇന്നും അവര് സ്വപ്നം കാണുന്നു 2047 ഭാരതത്തില് അവർക്ക് അധികാരം പിടിച്ചെടുക്കാൻ കഴിയും. കേരളത്തിൽ ഇപ്പൊ തന്നെ ഒരു മുസ്ലിയാരുടെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. ഞങ്ങൾ 27% കവിഞ്ഞിരിക്കുന്നു. ഇവിടെ നായർ സമുദായം 12%, ഈഴവ സമൂഹം 19% മാത്രമേ ഉള്ളൂ. അവര് തമ്മിൽ ഒരിക്കലും വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല. പരസ്പരം കണ്ടാൽ കീരിയും പാമ്പുമാണ്. അതുകൊണ്ട് ഇത് തന്നെയല്ലേ MES-ന്റെ ചെയർമാൻ നമ്മുടെ അസ്ത്രം ഗഫൂറും ഒരു കാലഘട്ടത്തിൽ പ്രചരിപ്പിച്ചത്? എങ്ങനെ ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനം ജനാധിപത്യത്തെയും അതേപോലെ തന്നെ എന്താ പറയുന്നത് മതസൗഹാർദ്ദത്തെയും ഒക്കെ സർവധർമ്മ സമഭാവനയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ ഇസ്ലാമിക ഭരണം കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവിടുത്തെ ഇടതുമുന്നണിയും അതേപോലെ തന്നെ വലതു മുന്നണിയും ഒരേപോലെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ താലോലിച്ചു വളർത്തുന്നത് കൊണ്ടാണ് ഇവിടെ ആരും തന്നെ ഇതിനെ അപലപിക്കാൻ. കാരണം എന്താണ്? മരണപ്പെട്ടത് ഹിന്ദു സഹോദരങ്ങളാണ്, ഹിന്ദുക്കളാണ്. ആ പിഞ്ചു കുഞ്ഞ് ഹിന്ദുവാണ്. അവര് തീർത്ഥാടനത്തിന് പോയവരാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി അവരുടെ ജീവൻ പൊലിഞ്ഞത്, അവരുടെ ആ തീവ്രവാദികൾക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന മനോഭാവമായിരുന്നു ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരും അവകാശപ്പെടുന്നവരും നിഷ്പക്ഷമതികളെന്ന് അവകാശപ്പെടുന്നവരും രാഷ്ട്രീയ നേതൃത്വങ്ങളും ജനപ്രതിനിധികളും എല്ലാം തന്നെ ഈ ഒരു ധാരണയല്ലേ ചെയ്യുന്നത്? ഇത് വാസ്തവത്തിൽ മനുഷ്യാവകാശ ലംഘനമല്ലേ? ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമല്ലേ? ഇവിടെ ഹിന്ദു ഇനിയെങ്കിലും ഉണരേണ്ടിയിരിക്കുന്നു. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം. അതിനുവേണ്ടിയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ബഹുമാനപ്പെട്ട ഭാരതത്തിന്റെ രാഷ്ട്രപതിയോട് ഈ വിവരങ്ങളെല്ലാം തന്നെ വസ്തുതകൾ നിരത്തിക്കൊണ്ട് നാളെ രാവിലെ എല്ലാ കളക്ടർമാർക്കും രാഷ്ട്രപതിക്കുള്ള കത്ത് ഏൽപ്പിക്കും. കേരളത്തിന്റെ ഗവർണർ ഏറെ ബഹുമാന്യനായ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹം ഡൽഹിയിലേക്ക് യാത്ര പോവുകയാണ്. ഒരാഴ്ച കഴിഞ്ഞ് തിരിഞ്ഞെത്തുള്ളൂ. അദ്ദേഹത്തിന് മെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ വിവരങ്ങളും മുഴുവൻ തന്നെ കാണുകയാണ്. ലവ് ജിഹാദിൽപ്പെടുത്തി കെണിയിൽപ്പെടുത്തി ഇവിടുത്തെ എന്താ പറയുന്നത് അവരുടെ വംശ പരമ്പര വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നു. ഒരു ഭാഗത്ത് എല്ലാത്തരം ലാൻഡ് ജിഹാദ്, ഇന്റലക്ച്വൽ ജിഹാദ്, ഫൈനാൻസ് ജിഹാദ് എല്ലാ തലങ്ങളിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് അവരുടെ സംഘടിത ശക്തിയെ എല്ലാ മേഖലകളിലും പിടിച്ചടക്കാൻ അവർക്ക് കഴിയും. അതിനുവേണ്ടി സർക്കാരിന്റെ അവർക്കിന്ന് ആകെ ഉള്ളത് കേന്ദ്രത്തിൽ ഒരു സർക്കാർ, അതിനെ എങ്ങനെ അസ്ഥിരപ്പെടുത്താമെന്ന് കരുതി പിടിച്ച് 5000 കോടിയാണ് ഇവിടേക്ക് ഒഴുക്കിയതെന്നാണ്
ഏകദേശമായ കണക്ക് വിശദീകരിക്കുന്നത്. ഇത് തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിലെ പലരെയും ആയുധമാക്കിയതാണ്. അങ്ങാടിയിൽ പാട്ടാണ്, വിദേശത്ത് നിന്ന് വന്ന ഫണ്ട്, അത് പല രാഷ്ട്രീയ നേതൃത്വത്തിനും എത്തിപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഒറ്റ അജണ്ട ഉണ്ടായിരുന്നുള്ളൂ: സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്തണം, മോദിയെ പരാജയപ്പെടുത്തണം, അതേപോലെ തന്നെ അണ്ണാമലൈ IPS അദ്ദേഹത്തെ പരാജയപ്പെടുത്തണം. അപ്പൊ ഈ നാടിനോട് അല്പമെങ്കിലും ഈ നാട്ടിൽ സ്വൈര ജീവിതം ആഗ്രഹിക്കുന്നുവോ? ഇതിനെ അനങ്ങാമ്പാറ നയം സ്വീകരിക്കുന്നവന്റെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ നാളെ ഈ ഭീകരന്മാരെ അവർക്ക് നേരെ നിറയൊഴിക്കുകയില്ല എന്ന് ഒരു ശക്തിക്കും ഇപ്പോൾ പ്രവചിക്കാനാവില്ല. നാളെ വരാൻ പോകുന്ന ഒരു സാഹചര്യം അതാണ്. കേരളത്തിലെ അവസ്ഥ ഭീകരമാകുന്നത് പോലെ തന്നെ അവരുടെ വളക്കൂറുള്ള മണ്ണാണ് കാശ്മീര്. ആ കാശ്മീരിൽ ഇത്രയും സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടും ഭീകരന്മാര് വരാൻ തന്റെ ഇടം കാണിക്കുന്നുവെങ്കിൽ, ദരിദ്ര രാജ്യങ്ങളിൽ ദരിദ്ര രാജ്യമായ പാകിസ്ഥാന് എല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ലോക ഇസ്ലാമിക രാജ്യങ്ങളാണ്. 58ഓളം വരുന്ന ഇസ്ലാമിക രാജ്യങ്ങളാണ് ഈ ഇതിനെല്ലാം തന്നെ പിൻബലം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ആസൂത്രിതമായ നടപടികൾ അവർ ചെയ്യുന്നത് എന്നാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം അവസരം തരികയാണെങ്കിൽ തുടർന്ന് ഞാൻ ഇതിനെ സംബന്ധിച്ചുള്ള വസ്തുതകള് ബാബാജി സംസാരിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹം നമ്മുടെ അടുത്ത അതിഥിയുടെ എത്തിയില്ല എങ്കിൽ ഞാൻ അതിന്റെ തുടർന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാം. നമസ്കാരം. ബാബാജി, നമ്മൾക്കറിയാം, ഏതൊരു മനുഷ്യൻ അതല്ലെങ്കിൽ ഏതൊരു ജീവൻ പൊലിഞ്ഞാലും അത് നമുക്കെല്ലാവർക്കും വലിയ വേദന തരുന്ന ഒന്ന് തന്നെയാണ്. നമ്മൾ ആരും ഇവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ അതല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്നോ തരംതിരിച്ച് നമ്മൾ ആരും പറയാറില്ല. പക്ഷെ ഇവിടെ ചില ആനുകാലിക സംഭവ വികാസങ്ങൾ കാണുമ്പോൾ ചിലത് നമുക്ക് പച്ചയ്ക്ക് പറയേണ്ടി വരും. കാരണം ഒരു മാധ്യമവും ഈ കുരുന്നടക്കമുള്ള ആളുകളെ 10ഓളം ആളുകളെ കൊന്നതിനെതിരെ, അതല്ലെങ്കിൽ ഈ 40ഓളം ആളുകൾ ഇന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കുന്ന ഈ ഭീകരാക്രമണത്തെ നമ്മുടെ ചാനലുകാരോ പത്രങ്ങളോ പ്രസിദ്ധീകരിച്ചിട്ട് പോലും ഇല്ല, അതിനെ അപലപിച്ചിട്ട് പോലും ഇല്ല എന്ന് കാണുമ്പോൾ, എന്നാൽ എല്ലാ കണ്ണുകളും റഫായിലേക്ക് എന്ന് പറയുന്ന ക്യാമ്പയിനിൽ പങ്കെടുക്കുക എന്ന് കാണുമ്പോൾ ഇതിലെ ആ ഒരു ഇരട്ടത്താപ്പ് എങ്ങനെയാണ് അങ്ങയുടെ ആ ഒരു നിരീക്ഷണം? ഹരിയോ, നമസ്തേ. നമ്മള് ഈ ഒരു വിഷയം സാമൂഹിക മാധ്യമത്തിലൂടെയാണ് അറിയുന്നത്. സർവോപരി ബൈജൂജി തന്നെയാണ് ഈ ഒരു വാർത്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നത്. അതായത് നമ്മുടെ ജമ്മുവിൽ വൈഷ്ണവി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോയിരുന്ന ഭക്തർ സഞ്ചരിച്ചിരുന്ന ആ ബസ്സിന് നേരെ ഭീകരാക്രമണം ഉണ്ടായത്. അതില് 10ഓളം ഭക്തര്, ഹൈന്ദവ ഭക്തര് മരണമടയുകയും അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒരു ഹൈന്ദവ ആചാര്യൻ എന്ന നിലയ്ക്ക് നമുക്ക് വലിയ വിഷമം ഉണ്ടായിട്ടുണ്ട്. ആ വിഷമത്തിൽ തന്നെയാണ് ഈ വിഷയത്തെ നമ്മൾ സംസാരിക്കുന്നത്. 33ഓളം പേര് ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ പല ആളുകൾക്കും ആ ഗുരുതരാവസ്ഥ മറികടന്നിട്ടില്ല, അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഒരു ഭാരതീയൻ, ഹിന്ദു എന്ന അർത്ഥത്തിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. കാരണം രാജ്യത്ത് ഇപ്പൊ നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞ് ബഹുമാന്യ നരേന്ദ്രമോദിജി 3ാമതും പ്രധാനമന്ത്രിയാകുമ്പോൾ നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഭരണം അത് പൂർണ്ണതയിൽ എത്തും എന്ന് തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ആ മഹനീയ വ്യക്തിത്വം സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് 3ാമതും ഭരണത്തിലേറുന്ന ആ സമയത്ത് തന്നെ ഈ തരത്തിൽ ഒരു ആക്രമണം അഴിച്ചുവിടുക എന്നുണ്ടെങ്കിൽ അത് കേവലം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ ഏതോ മതത്തിനോടോ ഉള്ളത് മാത്രമല്ല, ഈ രാഷ്ട്രത്തിനോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിരന്തരമുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ 3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ജമ്മുവിൽ നിരന്തരം ഭീകരാക്രമണം നടക്കുന്നുണ്ട് എന്നാണ് നമ്മളിപ്പോ ഈ അവസാനം ഇരിക്കുന്നതിന് മുമ്പ് കൂടി വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ പറ്റിയത്. അതിൽ തന്നെ ഒരു ജവാൻ വീരമൃത്യു വരിക്കുകയുണ്ടായി എന്നും അറിയാൻ പറ്റും. കബീർദാസ് എന്നാണ് ആ മാന്യദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ആ വീരബലിദാനത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ആ ഒരു വീരമൃത്യുയുടെ മുന്നിൽ നമ്മളൊന്ന് നമ്മുടെ ശിരസ് നമിക്കുകയാണ്.
എന്നാൽ ഇങ്ങോട്ട് ആക്രമിച്ചാൽ മാത്രമേ ഉള്ളൂ ഒരു ഭാരതീയൻ എപ്പോഴും അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുകയുള്ളൂ. ആ ഒരു കർത്തവ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ബഹുമാന്യ പ്രധാനമന്ത്രി അധികാരമേറ്റ ഉടൻ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തതിന്റെ ഫലമായി തന്നെ തിരിച്ചടിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഒരു ഭീകരനെ കൊല്ലാൻ നമുക്കായിട്ടുണ്ട്. തീർന്നിട്ടില്ലേ, 80ഓളം പേരാണ് പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മാത്രമല്ല, അവിടുത്തെ സാധു മനുഷ്യനെയും ഇവര് കൊന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മതോ ജാതിയോ ഒന്നും നമുക്കറിയില്ല, പക്ഷെ ഒന്നറിയാം, അദ്ദേഹം ഇന്ത്യനാണ്, ഭാരതീയനാണ്. ഭാരതീയനായതുകൊണ്ട് തന്നെ ബഹുമാന്യ മോഹൻ ഭഗവത്ജിയൊക്കെ പറയുന്ന പോലെ നമുക്ക് ഹിന്ദു ആയിട്ട് തന്നെയാണ് കാണുന്നത്, ഭാരതീയൻ എന്ന അർത്ഥത്തിൽ, വിശ്വാസത്തിലല്ല. അതുകൊണ്ട് ആരായാലും ശരി, ഇത് ഹൈന്ദവർക്ക് നേരെ രാഷ്ട്രത്തിനുള്ള കടന്നുകയറ്റാണ്. അപ്പൊ ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഹിന്ദു നാമധാരിയായ വ്യക്തിക്ക് നേരെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് നേരെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ, ഇവിടെ ഈ രാജ്യത്ത് ആരും അതില് ഒന്നും കാണുന്നില്ല. കാരണം ആ കുട്ടിയുടെ പേരോ അത് എങ്ങോട്ട് പോകുന്നു എന്നൊക്കെയാണ്. അത് നമ്മൾ കേരളത്തിൽ തന്നെ കണ്ടാണ്. ശബരിമല വിഷയമൊക്കെ വന്ന സമയത്ത് ഇവിടെ സമരം ചെയ്യുന്ന ആൾക്കാരൊക്കെ വല്ല ഭീകരന്മാരുമാണ് എന്ന രീതിയിലാണ്. നമ്മള് കയ്യില് തേങ്ങ അടിക്കാൻ വേണ്ടി എടുത്ത തേങ്ങ എറിയാൻ വേണ്ടി എടുത്തിരിക്കാന്ന്. ശബരിമല എന്താണെന്ന് ഇവിടുത്തെ ഭരിക്കുന്നവർക്കും അറിയില്ല, ഉദ്യോഗസ്ഥന്മാർക്കും അല്ല. കാരണം ആ സമയത്ത് ഹിന്ദുക്കളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയൊക്കെ മാറ്റി അവിടെ ആരെയൊക്കെ വെച്ചെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ എടുത്ത തേങ്ങ എറിയാനാന്ന് കരുതിയിട്ട് ഇവിടുത്തെ അയ്യപ്പന്മാരെ അടിച്ചോടിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ നമ്മളെ ഭക്ത സമൂഹം ഒരു കാലത്തും ഭയപ്പെടില്ല. അപ്പൊ ഭയപ്പെടുത്തിക്കൊണ്ട് വൈഷ്ണവീക്ഷണത്തിൽ മാത്രമല്ല, അങ്ങ് കൈലാസത്തിൽ വരെ കയറുന്ന ഹൈന്ദവനെ ഭയപ്പെടുത്താന്നാണെങ്കിൽ ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ പറ്റും. വന്നവനും പോയവനൊക്കെ കയറി ഭയപ്പെടുത്തുകയും ഇല്ലാണ്ടാക്കുകയും ചെയ്ത് കാളിന്തി നദിയിലേക്ക് ബ്രാഹ്മണരെ വെട്ടിത്തള്ളിയിട്ടിട്ടും ഇവിടെ ആരും പതറിയിട്ടില്ല. കാരണം എന്താണ്, നമുക്ക് മാർഗദർശനം നൽകുന്ന ഭഗവത്ഗീത പോലെയുള്ള ദർശനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ പതറാൻ പോകുന്നില്ല. നമ്മളുടെ ആചാര്യന്മാരും ശിവജന്മാരും ഗുരുക്കന്മാരും അതുപോലെ തന്നെ അവതാര പുരുഷന്മാരും നമുക്ക് നൽകിയ ഉപദേശം തന്നെ ഭയക്കണ്ട എന്ന് തന്നെയാണ്. നിർഭയത സർവത്ര എന്നാണ്. സർവത്ര നിർഭയത, എവിടെയും ഭയക്കാൻ പോകുന്നില്ല ഭാരതീയ ഹിന്ദു. അപ്പൊ നിരന്തരം ഇവർ ഏത് രീതിയിൽ ഇവരെ ഭീകരവാദം കൊണ്ട് തകർക്കാൻ ശ്രമിക്കുമ്പോഴും അത്തരത്തിലുള്ള ചിന്ത ആർക്കുണ്ടെങ്കിലും അവരോടൊക്കെ ഒരു ഹൈന്ദവൻ ആചാര്യൻ നിലയ്ക്ക് പറയട്ടെ, ഭയപ്പെടുത്താൻ ശ്രമിക്കേണ്ട. ഭയപ്പെടുന്നവരല്ല ഹൈന്ദവരും ഭാരതീയരും. സ്വത്ത് തൊട്ടുകൊണ്ട് പറയുന്നു, ഇങ്ങോട്ട് അടിച്ചാൽ മാത്രമേ അങ്ങോട്ട് അടിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അടി വളരെ ശക്തമായിരിക്കും. പക്ഷെ അടിച്ചതിന് ശേഷം അടി കൊണ്ടവന് വേണ്ടി വിലപിക്കുന്ന ആളുകളോട് ഉണ്ടാകുന്നു എങ്കിൽ അതിനെ നമ്മൾ ഗൗരവമായിട്ട് കാണണം. മാറാട് കലാപമുണ്ടായപ്പോ ഒത്തിരി ഹൈന്ദവ മക്കളുടെ മരണമടഞ്ഞു. ആരും അതിനെ ചൊല്ലി ഇവിടെ ഒരു ഡിബേറ്റിൽ സംസാരിക്കും നമ്മൾ കൂടുതൽ കാണാറില്ല. ഏതെങ്കിലും ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നവരോ ഭാരതീയ ജനതാ പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്നവരോ ഇതിന് ഹൈന്ദവ ആചാര്യന്മാരോ മാത്രമല്ലാതെ ഏതെങ്കിലും ഒരു മറ്റു മതസ്ഥരോ അല്ലെങ്കിൽ ഇവിടുത്തെ വിപ്ലവം പറയുന്ന രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിസം സോഷ്യലിസം പറയുന്ന ആൾക്കാരോ ഒന്നും തന്നെ ഒന്നും പറയുന്ന നമ്മൾ കണ്ടിട്ടില്ല. എന്താ, അവിടെ മരിച്ചത് മനുഷ്യരല്ലേ. എന്നാൽ ഇവര് നേരെ അങ്ങ് ഗുജറാത്തിലേക്ക് പോകും. ഗുജറാത്തിലേക്ക് പോയിട്ട് അവിടെ അതിൽ ഗോത്രയുണ്ടായില്ലേ മറ്റതുണ്ടായില്ലേ എന്ന് പറയുമ്പോ എന്താ അവിടെ മാറ്റം? നമ്മൾ ഇപ്പോഴും പറയുന്നു, എവിടെയാണെങ്കിലും ആക്രമിക്കപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങളിലൂടെ മരിക്കുന്നവരെല്ലാം മനുഷ്യരാണ്. അവരുടെ മതത്തെക്കാൾ മുഖ്യം നമുക്ക് അവർ മനുഷ്യരാണ്. അവരൊക്കെ മരിക്കും, നമുക്ക് വിഷമമുണ്ട്. എവിടെ യുദ്ധം നടന്നാലും എവിടെ ആക്രമണം നടന്നാലും നമ്മളെനിക്ക് ഖേദം പ്രകടിപ്പിക്കുന്നത് സംഭവിക്കാൻ പാടില്ല. അപ്പൊ ഹമാസിലല്ല, എവിടെയാണെങ്കിലും ശരി, ഇസ്രായേലിലോ പലസ്തീനിലോ എവിടെ നിങ്ങൾ ആക്രമണ യുദ്ധമോ പറഞ്ഞാലും ശരി, അതിൽ ഒരുപാട് നിരപരാധികൾ മരണപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമുക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പക്ഷപാതപരമായിട്ട് ഇവർ പ്രവർത്തിക്കുന്നു എന്ന് ഇപ്പൊ അടുത്ത് കനി കുസൃതി ഒരു ഫിലിം അവാർഡിന്റെ പരിപാടിക്ക് പോയപ്പോ നമ്മൾ കണ്ടതാണ്. അവിടെ ഒരു തണ്ണിമത്തൻ പിടിച്ചിട്ട് ആ കുട്ടി നിൽക്കുന്നത്. ആ കുട്ടി പങ്കെടുക്കുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. കേരളത്തിൽ നിന്ന് ഒരാൾ പോകാൻ അഭിമാനമുണ്ട്. പക്ഷേ ആ അഭിമാനമുള്ളതിന്റെ ഒപ്പം തന്നെ എന്തുകൊണ്ട് ഇവിടുത്തെ ഒരു വിഷയത്തിൽ ആ കുട്ടി പറയുന്ന കേട്ടു, ബിരിയാണി എന്നൊരു സിനിമയിൽ അഭിനയിച്ചത് ഇഷ്ടമില്ലാണ്ട് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, ആ രാഷ്ട്രീയത്തോട് ഞാൻ യോജിക്കുന്നില്ല. എന്നാലോ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന്റെ രാഷ്ട്രീയത്തോട് യോജിക്കുന്നു.
അപ്പോൾ ഇവിടെ ഓരോരുത്തരും ഇപ്പൊ മമ്മൂട്ടിയുടെ മകനൊക്കെ ഉണ്ട് തോന്നുന്നു, അങ്ങ് പറഞ്ഞ ഒരു എന്താ ഹമാസിലോ എവിടെ വെച്ചാ ഒരു ഈ ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഒരു ആഡ് നമ്മൾ കണ്ടതായിട്ട് ഓർക്കുന്നു. ഇവിടെ എന്താക്കി നമുക്ക് റഫായിലേക്ക് എല്ലാ കണ്ണുകളും റഫായിലേക്ക്. അപ്പൊ അവിടെ ഇദ്ദേഹത്തിന്റെ ഒക്കെ ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ ഉണ്ടാവണം അവിടെ ഇത്തരത്തിൽ മനുഷ്യത്വത്തിന് വേണ്ടിയിട്ട് അവിടെ കൊള്ളണ്ടെന്നല്ല. പക്ഷെ അവിടെ മാത്രമല്ല, നമ്മൾ ഇരിക്കുന്നത് ഇന്ത്യയിലാണ്, ഈ രാജ്യത്താണ്. ഈ രാജ്യത്ത് നടക്കുന്ന ഒരു വിഷയത്തിന് ഇത് ആർക്കും തന്നെ കാണുന്നില്ല. ആ കാണുന്നില്ല എന്നുള്ളത് കേവലമല്ല. ഇപ്പോ നമ്മുടെ രാജശേഖരൻജി പല വിഷയങ്ങളും പറഞ്ഞു. ഇവിടെ ഇസ്ലാമിക മതസ്ഥരെല്ലാം തീവ്രവാദികളെന്ന അഭിപ്രായം നമുക്ക് ഇല്ല കേട്ടോ. നമുക്ക് അപ്പൊ അങ്ങേക്ക് ഇവിടെ എല്ലാം ആർക്കും ഉണ്ടാവില്ല. തീവ്രവാദികളെല്ലാം തീവ്രവാദികളാണ്. അതിൽ ഇസ്ലാമിക മതനാമധാരികളും ആ ഒരു വീക്ഷണവുമായി വരുന്ന ആളുകളാണ് ലോകത്ത് തന്നെ കൂടുതൽ എന്ന രീതിയിലാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ്. അത് തുറന്നു പറയുമ്പോൾ എല്ലാ മുസ്ലിങ്ങളെയും പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നമ്മളെ തളർത്താനാണെങ്കിൽ നമ്മളെ പോലും ഉണ്ടാതിരിക്കില്ല. കാരണം സത്യം പറഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇസ്ലാമികമായ വിഷയങ്ങൾ വരുമ്പോൾ കേരളത്തിനകത്തു പോലും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേന്ദ്രത്തിലായാലും പ്രതിപക്ഷമാണെങ്കിലും ശരി, ഇസ്ലാമികളുടെ വിഷയം വരുമ്പോൾ മൗനം ഭജിക്കുകയും അവർക്ക് അനുകൂലമായിട്ടുള്ള നടപടിയെടുക്കുകയും ചെയ്യും. ഹിജാബ് വിഷയം വന്നപ്പോൾ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും അതുപോലുള്ള നേതാക്കന്മാരൊക്കെ വല്ല ആകുലതപ്പെടുന്നു കണ്ടു. ഹിജാബ് മുസ്ലിങ്ങൾക്ക് പോലും എല്ലാവർക്കും വേണമെന്ന് അഭിപ്രായം ഇല്ല. ഇതെല്ലാം ഇസ്ലാമികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഫസൽ ഗഫൂർ പോലും അയാളുടെ ഭാര്യയ്ക്ക് ഇതൊന്നും ഇടുന്നില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ പലരും ആ രീതിയിൽ പോകുന്നു. നമ്മുടെ അറേബ്യയിലെ സുൽത്താനാണെങ്കിൽ അയാളെ ഭാര്യ അടക്കം ചുരിദാറും മറ്റുള്ള നൽകി മോഡേൺ ഡ്രസ് ഇട്ട് നടക്കുന്നു. അപ്പൊ ഇവിടെ അത് വിഷയമല്ലാഞ്ഞിട്ടും അവരുടെ മതം പോലും അത് അത്ര നിർബന്ധം പറയാഞ്ഞിട്ടും അതിന് ഏറ്റവും കൂടുതൽ അത് വേണം, അതിലും കൈയടത്തണ്ട എന്ന് പറയാൻ ഇൻട്രസ്റ്റ് കാണിച്ച ഇവിടുത്തെ ഈ ഭരണകക്ഷിയായിട്ടുള്ള ആളുകളൊക്കെയാണ്. അപ്പൊ അവർക്ക് അതുപോലെ തന്നെ ഓരോ വിഷയം, അവർക്ക് സംവരണത്തിന്റെ കാര്യത്തിലായാലും ശരി, അവരുടെ മന്ത്രിയാണെങ്കിലും ശരി, ഒക്കെ കൃത്യമായിട്ട് എണ്ണം പറഞ്ഞു വാങ്ങാനും കൊടുക്കാനും തയ്യാറായിരുന്ന ഈ വിഭാഗം ഇവർക്ക് പ്രത്യേകം പാക്കേജ് കൊടുക്കുമ്പോ ഇപ്പൊ ഇവിടെ ഭരിക്കുന്ന ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാർ, അദ്ദേഹം മുഖ്യമന്ത്രി, അദ്ദേഹം ഒരു നിയമസഭ കൂടുന്ന സമയത്ത് അദ്ദേഹമാണ് നമ്മൾ കേട്ടതാണ്. മുസ്ലിങ്ങൾക്ക് ആ വിഷയത്തിൽ തന്നെ പറഞ്ഞില്ല. പറയുമ്പോ പറയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെയൊക്കെ സ്വന്തക്കാരാണ്, കർഷക തൊഴിലാളികളുടെ സ്വന്തമാണെന്ന് പറയും. ഈ പറഞ്ഞ മുഖ്യമന്ത്രി CAA വന്നപ്പോ അതിലെടുത്ത ഇൻട്രസ്റ്റ് ഇവിടെ പട്ടികജാതിക്കാരുടെ പേരിൽ ചെയ്യുന്ന കണ്ടില്ല. നമ്മൾ കേട്ടതാ, പട്ടികജാതി പട്ടികക്കാരുടെ സംവരണത്തിൽ ഞങ്ങൾക്ക് യോജിക്കാനാകില്ല, യോജിക്കാൻ പറ്റാത്തവർ യോജിക്കണ്ട എന്ന്. അതായത് ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു എന്താ പറയാ മുഖ്യമായിരിക്കുന്ന ഒരു ഘടകമായിരിക്കുന്ന പട്ടികജാതി പട്ടിക വിഭാഗത്തിന്റെ സംവരണ മാനദണ്ഡത്തിൽ പോലും അസഹിഷ്ണുത കാണിച്ച ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാര് മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോൾ അവിടെ ഒരു തരത്തിലും ഒരു അപ്പീലിന് പോലും. അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന് പോലും ചില കാര്യങ്ങൾ പറയേണ്ടി വന്നത്. അദ്ദേഹം ഒന്നും അങ്ങനെ പറയുന്ന ആളല്ല, പക്ഷെ ചിലത് പറയേണ്ടി വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്നും കിട്ടാത്തത് കൊണ്ട് മാത്രമല്ല, ഈ മാറ്റി നിർത്തലുകൾ ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും നമ്മൾ കണ്ടാണ് കേരളത്തിലെ സർക്കാരിനെതിരെ ആ പാർട്ടിയിൽ നിന്ന് ഉയർന്നു വരുന്ന ശബ്ദം എന്താണ്? പ്രീണനം ഉണ്ടാകുന്നുണ്ട്. ആ പ്രീണനം എല്ലാ അർത്ഥത്തിലും ഉണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോ നമ്മുടെ ഈ ഒരു രാജ്യത്ത് ഈ ഒരു ആക്രമണം ഉണ്ടായിട്ട് ഒരാൾക്കും മിണ്ടാട്ടമില്ല. സുരേഷ് ഗോപി എന്ന മനുഷ്യൻ രാഷ്ട്രീയത്തിൽ മത്സരിച്ച് വിജയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മതം നോക്കുന്നു എന്ന് ബൈജുജി നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഒന്നും, നമ്മളൊന്നും രാഷ്ട്രീയക്കാരനല്ല എന്ന് പറയുമ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാരനെന്നല്ല നിലവിൽ. പക്ഷെ അദ്ദേഹത്തിന്റെ ആ മനുഷ്യത്വത്തെ നോക്കി അദ്ദേഹം ഏതെങ്കിലും ഒരു മനുഷ്യമുല്ലെത്തുന്ന ഒരാളുടെ ജാതിയോ മതോ ലിംഗോ അല്ലെങ്കിൽ സ്വന്തക്കാരോ ബന്ധുക്കാരാണോ എന്ന് അദ്ദേഹം നോക്കിയിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ സ്വന്തം കാസ്റ്റ് ആണോ നോക്കിയിട്ടുണ്ടോ? അപ്പൊ ഇതൊന്നും നോക്കാതെ പ്രവർത്തിക്കുന്ന ആ വ്യക്തി പോലും മത്സരിച്ച് വിജയിക്കുമ്പോൾ അദ്ദേഹത്തിനെ കേവലവൽക്കരിക്കാൻ വേണ്ടി മതം കൊണ്ടുവരുന്നു. അത് കൊണ്ടുവരുന്നത് അപ്പോൾ നോക്കണം. അതിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത് ഈ മുസ്ലിം മതസ്ഥരല്ല, മതേതരത്വം പറയുന്ന ഇവിടുത്തെ കപടമാന്യന്മാരും രാഷ്ട്രീയക്കാരുമാണ് ഈ കുത്തിരിപ്പുണ്ടാക്കുന്നത്. അത്തരം ആളുകൾക്ക് അപ്പോൾ ഇവിടെ എപ്പോഴും ഇങ്ങനെ സംഘർഷം ഉണ്ടാവണം. AK ബാലൻ ഈയിടെ പറഞ്ഞൊരു ഇന്റർവ്യൂ നമ്മൾ കാണുന്നുണ്ടായിരുന്നു, ഒരു പ്രമുഖ ദൃശ്യമാധ്യമത്തിൽ വാർത്താ ചാനലിൽ. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല്, വടകരയിൽ ഷാഫി എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ ജയിച്ചത് ഹിന്ദു BJP-കാരിയുടെ സ്ത്രീ അങ്ങനെ പറഞ്ഞു, എന്താണ് ഞാൻ വോട്ട് കൊടുത്തു. അതെ, എന്നിട്ട് അദ്ദേഹം പറയാണ് ഇങ്ങനെയുള്ള ഭീകരവാദികളും തീവ്രവാദികളുമാണ് ഇവിടെ ഈ നാടിനെ നശിപ്പിക്കുന്ന, അവരാണ് ഷാഫിക്കോട്ട് ഭീകരവാദിയാണ്. ഹിന്ദു നാമധാരിയായ ഒരു അമ്മ, ഒരു BJP-കാരിയോ കോൺഗ്രസ്സുകാരിയോ കമ്മ്യൂണിസ്റ്റ് എന്തോ നമുക്ക് അറിയണ്ട, അവരെ AK ബാലൻ വിളിച്ചത് തീവ്രവാദി ഭീകരവാദി എന്ന്. AK ബാലന്റെ നാവ് കൊണ്ട് ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ, സ്വന്തം പാർട്ടിയിലുള്ള KT ജലീലിനെ പോലുള്ള ആളുകൾ ഇന്ന് പറയണ്ട, ഇന്നലെ തീവ്രവാദിയായിരുന്നു ഭീകരവാദിയാണെന്ന് പറയാൻ അവർക്ക് പറ്റുമോ? പറ്റില്ല. എന്താണ്? ഹൈന്ദവ സമൂഹത്തെ നിരന്തരം ഇത് പറയുകയും രാഷ്ട്രം ഇല്ലാണ്ടാകണം തന്നെയാണ്.
ആ ചൈനയിലേക്ക് മാത്രം നോക്കി നിൽക്കുന്ന ചില ആളുകളുടെ കാഴ്ചപ്പാട് ഇവിടെ രാഷ്ട്രമില്ലാണ്ടാക്കണം, അവർക്ക് രാഷ്ട്രത്തിന്റെ സംസ്കൃതി ഒന്നും തന്നെ ഇല്ല. അത്തരം ആളുകളും അതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളും ഈ ഭീകരന്മാരോട് ചേർന്നിട്ടുള്ള ഒരു എന്താ പറയുക, ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനം പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അങ്ങ് പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല വെച്ചാൽ ഇത് ഇവരുടെ അജണ്ടയിൽ ഇല്ല. കാരണം എന്താണ്, ഏത് അച്ഛൻ വന്നാലും അമ്മയ്ക്ക് സ്വൈരമില്ല എന്ന് പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും രാഷ്ട്രം നശിച്ച് കണ്ടാൽ മതി, രാഷ്ട്ര പൈതൃകം നശിച്ച് കണ്ടാൽ മതി. അതിന് എന്താണ് ഏറ്റവും നല്ലത്? നേരത്തെ രാജശേഖരൻജി പറഞ്ഞ പോലെ ഇസ്ലാമിക ഭീകരവാദം കൊണ്ട് നടക്കുന്ന ആരാണോ അവരെ കൂട്ടുപിടിക്കുക എന്ന് തന്നെയാണ്, അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുക. ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ വിപ്ലവ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന ഈ വടക്കൻ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ISIS പോകുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറയുന്നതല്ല, ഇവിടുത്തെ റിപ്പോർട്ടുകൾ പറയുന്നതാണ്. ഇവര് പോലീസുകാരൻ തന്നെയാണല്ലോ. ഇവിടെ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാള് ഈ അറേബ്യൻ നാട്ടില് ഏതൊരു കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട് മരണം കാത്തുകിടക്കുമ്പോൾ അതിനുവേണ്ടി ഇവിടെ 36-37 കോടി വിരിക്കാൻ ആളുണ്ടായി. എന്തേ, നിമിഷ എന്നെന്തോ പറഞ്ഞൊരു പെൺകുട്ടി ഇവിടുന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടാണ് കടത്തിക്കൊണ്ടുപോയത്. ജയിലിൽ കിടക്കാണ് മരണം കാത്തുകൊണ്ട്. എന്താ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതിന് കാരണം ഒന്നേ ഉള്ളൂ, ആ കുട്ടിയുടെ പൂർവാശ്രമത്തിൽ മുൻകാലത്തെ പേര് നിമിഷ എന്നായി പോയി. ഇപ്പോഴും നിമിഷ എന്ന പേരിന്റെ ഒപ്പം ഉണ്ട്. അത് തന്നെ അവിടെ മതമുണ്ട്, ഇവിടെ മതമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് മതമുണ്ട്. അവിടെ മതേതരന്മാരല്ല, മതം തെരയുന്നവർ തന്നെയാണ്. അതിലെന്ത് വേണം, നമ്മൾ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ പേരിങ്ങനെയാകണം. ഇങ്ങനെ ഈ മുസ്ലിം പേരൊക്കെ ആണെങ്കിൽ ശരി ആയിക്കോട്ടെ എന്ന് വന്നിട്ട് പറയുന്നവനാണ് തീവ്രവാദി. പറയുന്നവർക്ക് തീവ്രവാദമുണ്ട്. നമ്മളിപ്പോഴും നമ്മളെവിടെ തീവ്രവാദം പറഞ്ഞ്? യഥാർത്ഥത്തിൽ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഒത്തിരി മുസ്ലിങ്ങൾ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മുടെ ഗവർണറെ കുറിച്ച് പറഞ്ഞു, നമുക്ക് പ്രസിഡന്റ് ആയിരുന്ന ആളെ കുറിച്ച് പറഞ്ഞു, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒത്തിരി ഇസ്ലാമിക നാമധാരികളും ഉണ്ട്, മതവിശ്വാസികളുണ്ട്. ഈ രാഷ്ട്രത്തെ നെഞ്ചോട് ചേർക്കുന്ന ഓരോരുത്തരും നമ്മൾ അംഗീകരിക്കുന്നു. എന്നാൽ രാഷ്ട്രത്തിനകത്ത് ഏതെങ്കിലും വിധ്വംസക പ്രവർത്തനങ്ങൾ, സൗത്ത് ഇന്ത്യ പറഞ്ഞു, സൗത്ത് കട്ട് ഇന്ത്യ പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ ഈ വടക്ക് ഭാഗത്തുള്ള ആളുകൾക്ക് എന്തോ തെറ്റാണെന്ന് അതിന് തെക്ക് ഭാഗത്ത് നമ്മൾ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇന്ത്യയെ സ്പ്ലിറ്റ് ചെയ്യാം, ഒരു ജില്ല സ്പ്ലിറ്റ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ മുഴങ്ങി വരുന്ന ഒരു സാധനം ഒരു മതമാണ്. ആ മതത്തിന്റെ ഉള്ളിൽ നിന്ന് ഇത്തരത്തിൽ ഭീകരപ്രവർത്തനം ഉണ്ടാകുമ്പോൾ അതിനെ തിരുത്തേണ്ട ഉത്തരവാദിത്വം അതിന്റെ മതത്തിന്റെ ആളുകൾക്കാണ്. അതിന്റെ ഉത്തരവാദിത്വം നമുക്കില്ല. പക്ഷെ നമ്മളെ കല്ലെറിയാനും നമ്മുടെ സംസ്കാരത്തെ ഇല്ലാണ്ടാക്കാനും നമ്മുടെ ഭക്തന്മാരെ കൊല്ലാനും ഒരുമ്പെട്ടിറങ്ങിയാൽ അതൊരു മതത്തിന്റെ നാമധാരികളാണെങ്കിൽ അതിനെ ചൂണ്ടി പറയാനും അതിനെ എതിർക്കാനും എതിർക്കേണ്ട രീതിയിൽ എപ്പോൾ എതിർക്കണോ അപ്പോൾ എല്ലാം എതിർക്കാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഉണ്ടാകണം. അപ്പൊ പറയുന്നവനെ മതം പറഞ്ഞ് ഭയപ്പെടുത്താന്നാണെങ്കിൽ അത് സാധ്യമല്ല. എന്തായാലും നമ്മളുടെ ആരിഫ് ഹുസൈൻ ജി വന്നിട്ടുണ്ട്, അപ്പൊ അദ്ദേഹം കൂടുതൽ സംസാരിക്കട്ടെ. അപ്പൊ നമ്മൾ എന്തായാലും ശരി, ഇതിൽ വലിയ ദുഃഖമുണ്ട്, ഒപ്പം തന്നെയാണ് പ്രതിഷേധവുമുണ്ട്. ഇതിന് മൗനം ഭജിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് മറുപടി കിട്ടിയിട്ടുണ്ട്, അതിന്റെ അപ്പുറം കിട്ടും. കാരണം ഹിന്ദുക്കൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്, അവർക്കറിയുന്നുണ്ട് അവരെ മാത്രമാണ് ഇങ്ങനെ കാണുന്നത്, അവരെ എപ്പോഴും ഒറ്റപ്പെടുത്തുന്നത്. ഒരു കാര്യം കൂടി പറയട്ടെ ബൈജുജി, എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പൊ ഇവിടെ പള്ളികളിലൊക്കെ അന്വേഷണം വന്നോന്ന് അറിയില്ല. ഇപ്പൊ ചണ്ടാള ബാബയുടെ ആശ്രമത്തിൽ പോലും 2 ദിവസം മുമ്പാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വന്നത്. അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ ഹിന്ദുക്കളുടെ ശോഭയാത്ര വരുമ്പോഴും ഹിന്ദുക്കളുടെ ആഘോഷങ്ങൾ വരുമ്പോഴും ഒക്കെയാണ്, അല്ലെങ്കിൽ ആശ്രമങ്ങളും അമ്പലങ്ങളും ഒക്കെയാണ് ഗംഭീര നിരീക്ഷണത്തിൽ. എന്നാൽ ഇവിടെ മാറാട് കലാപം ഉണ്ടായപ്പോൾ ആയുധങ്ങൾ പിടിച്ചെടുത്ത് പള്ളികളിൽ നിന്നാണെന്ന് മറക്കരുത്. എല്ലാ പള്ളികളും അല്ലെങ്കിലും പല പള്ളികളിൽ നിന്നും പിടിച്ചിട്ടുണ്ടെന്നും പല നേതാക്കന്മാരും മതേതൃത്വം പറയുന്ന പല നേതാക്കന്മാരുടെയും പേരുകൾ പരാമർശിക്കപ്പെട്ടു എന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ നിന്ന് ഓർക്കണം. ആ ഓർത്തുകൊണ്ട് മാത്രമേ ഹിന്ദുവിന് ഈ രാജ്യത്ത് ഹിന്ദുക്കൾ തന്നെ ഭരിക്കുന്ന രാജ്യത്ത് ഹിന്ദുക്കളെ ഇത്തരത്തിൽ കഷ്ടപ്പെടുത്തുമ്പോൾ ഈ ഭരണം പോലും ഇല്ലെങ്കിൽ ഹൈന്ദവരുടെ ഗതി എന്താകുമെന്ന് നമുക്കൊക്കെ ആകുലതയുണ്ട് എന്നുകൂടി പറയുന്നു. നമസ്കാരം. ആരിഫ് ഹുസൈൻ സാർ നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സാറിന്റെ പിറകിൽ ഇസ്രായേലിന്റെ പതാക ഞാൻ കാണുന്നുണ്ട്. എന്താണ് സാർ, ഇസ്രായേലിനോടാണോ ഐക്യദാർഢ്യം അതോ? ഐക്യദാർഢ്യം ഉണ്ട്, അതിന് കൃത്യമായ കാരണമുണ്ട്. മുസ്ലിം വിരുദ്ധതയല്ല. അത് കൃത്യമായി ഒരു വലിയ സെന്റൻസിൽ പറഞ്ഞാലാണ് അത് തീരുള്ളൂ. എനിക്ക് തോന്നുന്നത് വേറൊരു അവസരത്തിൽ നമുക്ക് വിശദമാക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. എല്ലാ കണ്ണുകളും റഫായിലേക്ക് എന്ന് പറയുന്ന ക്യാമ്പയിൻ നമ്മൾ കണ്ടു. അതിനുശേഷം ഈ പറയുന്ന റിയാസിയിലേക്ക് ആരുടെയും കണ്ണുകൾ കണ്ടില്ല എന്നുള്ളതിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് അങ്ങയുടെ ചാനലിൽ അങ്ങ് വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിരുന്നു. സത്യത്തിൽ ആ ഒരു വീഡിയോ എനിക്ക് ഇന്ന് ഈ ലൈവ് ചെയ്യാൻ വേണ്ടി പ്രചോദനം തന്നു എന്നുള്ളത് തുറന്നു പറയാതിരിക്കാനാവില്ല. എങ്ങനെയാണ് സാർ അങ്ങയുടെ ആ ഒരു വീക്ഷണം? നമ്മുടെ ചാനലിലൂടെ പറയുകയാണ്, അങ്ങയുടെ ചാനൽ ഞാൻ പൂർണ്ണമായിട്ട് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, എന്നിരുന്നാലും നമ്മുടെ മാന്യ പ്രേക്ഷകരിലേക്ക് കൂടി അത് പങ്കുവെക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആ ഒരു വീക്ഷണം വരുന്നത്? മിനിയാന്ന് ചെയ്ത ആ വീഡിയോ മാത്രമല്ല, ഇന്നലെ മറ്റൊരു വീഡിയോയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന ആ ഒരു
സംവിധാനത്തിൻ്റെ അവരുടെ പാർലമെൻറ്റ് ഇലക്ഷൻ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ, ഞാനത് പറയാൻ മറന്നുപോയതാണ്. ഓക്കെ, മറ്റതിഥികൾക്ക് നേരെ ചോദ്യത്തിലേക്ക് പോയപ്പോൾ അതിലേക്ക് അങ്ങ് പോയി. അപ്പോൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ അതാണ് നമ്മൾ സൂചിപ്പിച്ചത്. യൂറോപ്യൻ യൂണിയനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ വലതുപക്ഷം ഉയർന്നു വരുന്നു എന്ന് പറയുന്നൊരു കാര്യം. നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാവരും വളരെ അധികം പരാതി പറയുന്നൊരു കാര്യമാണ്. ഈ വലതുപക്ഷം ശക്തി പ്രാപിക്കുന്നു, ഭൂരിപക്ഷ വർഗീയത വളരുന്നു, ഇതെല്ലാവരും പറയുന്നുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും എന്തുകൊണ്ടാണ് ഈ വലതുപക്ഷം വളരുന്നതെന്നോ, എന്തുകൊണ്ട് BJP, ഇപ്പോൾ ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് BJP ശക്തി പ്രാപിക്കുന്നുവെന്നോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് സംഘ രാഷ്ട്രീയം ശക്തി പ്രാപിക്കുന്നുവെന്നോ, എന്തുകൊണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് വെളിയിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ നാസി പാർട്ടികളടക്കം അതിൽപ്പെട്ട ആളുകൾ, അതിൻ്റെ പിൻതലമുറക്കാർ എന്നൊക്കെ വിളിക്കാവുന്ന ആളുകൾ പോലും AFD എന്നൊക്കെ പറയുന്ന പുതിയ പാർട്ടികൾ, അതുപോലെ മറ്റു പല, ഇപ്പോൾ മാക്രോണെയൊക്കെ നിലംപരിശാക്കിയ ഒരു വലതുപക്ഷ പാർട്ടി, അതുപോലെയുള്ള ഇരട്ടി, മാക്രോണേക്കാളും ഇരട്ടി വോട്ട് നേടിയിട്ടൊക്കെയാണ് വന്നത് എന്ന് വരുമ്പോൾ എന്തുകൊണ്ട് അത് ഉദയം ചെയ്യുന്നു? ഇതാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഏതൊരു വിഷയത്തെക്കുറിച്ച് ഇതുപോലെ ഒരു പ്രശ്നം എന്നുള്ള രീതിയിൽ കാണാൻ ശ്രമിക്കുമ്പോൾ, അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ, നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ പ്രശ്നത്തെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിയുമ്പോൾ അത് കണ്ടെത്തി കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നമെന്ന് സമ്മതിച്ച് നമ്മൾ മുന്നോട്ട് വരിക എന്നതാണ് അതിലേറ്റവും ആദ്യത്തെ. നമ്മൾ പറയും പ്രോബ്ലം ഐഡൻറ്റിഫൈഡ് ഈസ് എ പ്രോബ്ലം ഹാഫ് സോൾവ്ഡ് എന്ന് നമ്മൾ പറയും. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു വിഷയത്തിൽ എല്ലാവർക്കും അറിയാം വലതുപക്ഷം വലിയ പ്രശ്നമാണെന്നൊക്കെ പറയുമെങ്കിലും എന്തുകൊണ്ട് വലതുപക്ഷം ഉണ്ടാകുന്നു എന്ന ചോദ്യം അവിടെ ചോദിച്ചു കഴിയുമ്പോൾ പിന്നെ ഉത്തരവില്ല. ഇതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ മതവിശ്വാസിയായിട്ടുണ്ടായിരുന്ന കാലത്തായാലും മതവിശ്വാസം ഉപേക്ഷിച്ച് ഒരു എക്സ് മുസ്ലിം എന്നുള്ള രീതിയിലേക്ക് വരുന്ന കാലഘട്ടമായാലും ഒക്കെ നമ്മളുടെ ചിന്തയിലൂടെ പോയിട്ടുണ്ടാവുന്ന കുറേ കാര്യങ്ങളുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എന്തായിരിക്കും ഇതുപോലുള്ള കാര്യങ്ങൾ, എന്തിനാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരം ഒരു വാദമായിട്ട് വെക്കുന്നു, സംഘിച്ചാപ്പയടിക്കുന്നതായാലും എല്ലാം നമ്മൾ കാണുന്നു. എന്താണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് എന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു കൗണ്ടർ ആർഗ്യുമെൻ്റ് എന്നുള്ള രീതിയിൽ അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരൊറ്റ ഒരു ഗുണം എന്ന ഒരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് ഈ മറുവശത്ത് നിൽക്കുന്ന ആളുകൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനും അറിയാനും സാധിച്ചത്. അതിപ്പോൾ ഈ വിഷയത്തിൽ നിന്ന് മാത്രമല്ല, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോഴും എന്താണ് ഇസ്ലാമിൻ്റെ വിമർശകർ പറയുന്നത് എന്ന് അറിയാൻ ശ്രമിച്ചു. ഹോമിയോപ്പതിയെക്കുറിച്ച് പറയുന്ന സമയത്ത് എന്താണ് ഹോമിയോപ്പതിയുടെ വിമർശകർ പറയുന്നത് എന്ന് അറിയാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഹോമിയോപ്പതി വിടേണ്ടി വന്നത്. അതേപോലെ ആയുഷ് എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് അതിൻ്റെ വിമർശകർ പറയുന്നതെന്ന് അറിയാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് അത് വിടേണ്ടി വരുന്നത്. അങ്ങനെ ഏതൊരു വിഷയത്തിലും നമുക്ക് അങ്ങനെ എവിടെയാണ് വസ്തുത എന്ന് കണ്ടെത്താനുള്ള സംവിധാനം ഇവിടെ ഉള്ളപ്പോൾ അത് ഉപയോഗപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിലേറ്റവും അടിസ്ഥാനമാണ് എതിർ വശത്ത് പറയുന്ന ആളുകൾക്ക് എന്താണ് പറയാനുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ വലതുപക്ഷത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് നമ്മൾ അന്വേഷിച്ച് കഴിയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വ്യക്തമാവുന്നു. ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ കാര്യം എന്ന് പറയുന്നത് അത് ഇവിടുത്തെ നാഷണൽ സെക്യൂരിറ്റിയാണ്. ആ നാഷണൽ സെക്യൂരിറ്റിയെക്കുറിച്ച് പറയുന്ന സമയത്ത് അത് ഇവിടുത്തെ വലതുപക്ഷത്തിന് മാത്രം ബാധ്യത എന്ന രീതിയിലോ അല്ലെങ്കിൽ അവർ മാത്രം എന്തോ ഒരു വലിയ സംഭവമായിട്ട് അവതരിപ്പിക്കുന്നു എന്ന രീതിയിലോ പറഞ്ഞു വെക്കാൻ പാകത്തിന് അതിനെ മാറ്റിമറിച്ചു. ഇതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഗതി ഇവിടെ NIA ഉണ്ടായിരുന്നു, അതുപോലെയുള്ള മറ്റ് പല സംവിധാനങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ISISലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചൊക്കെ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഇവിടുന്ന് ആരും പോവാറില്ല, ഇവിടുന്ന് അങ്ങനെ റിക്രൂട്ട്മെൻ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആ സമയത്ത് സർക്കാർ മാറി കണക്കുകൾ പുറത്തു വരുന്നത് പിന്നെ നമ്മൾ കാണുന്നത് ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് 100-200ഓളം റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്നതായിട്ടും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ്സ് നടന്നത് അത് കേരളത്തിൽ നിന്നാണ് എന്നും വരുന്ന കണക്കുകൾ പുറത്തേക്ക് വരുന്നത് ഇതേ NIA തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു? ഇതേ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായപ്പോൾ ഒരു കൂട്ടം ആളുകൾക്ക് അത് നോക്കാൻ സമയമില്ലാതെ പോയതാണോ, അതല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തായിരുന്നു പണി എന്നൊക്കെ നമ്മൾ ചോദിച്ചു പോകുന്ന അവിടെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഓരോ വിഷയത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ റിയാസി എന്ന് പറയുന്ന അവിടെ നടന്ന ഈ ഭീകരാക്രമണത്തിൽ അവിടെ കൊല്ലപ്പെട്ട ആളുകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അതിൽ വലിയ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ പറയുകയാണ്. അതിനെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ഇവിടെ ആ ഒരു വിഷയം മാത്രമല്ല, ഇതിന് മുന്നേ ഉണ്ടായിട്ടുള്ള ഇതുപോലെയുള്ള ഭീകരാക്രമണങ്ങളായാലും ഇന്ന് ഇപ്പോൾ മറ്റ് ഇതുപോലെ 1-2 ആക്രമണങ്ങൾ വേറെ നടന്നു എന്ന് അറിയാൻ കഴിയുന്നു, ജവാന്മാർ അവിടെ കൊല്ലപ്പെട്ടു എന്ന് അറിയുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? അതിനെക്കുറിച്ച് പറയുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കാൻ മുന്നോട്ട് വരുന്നതും അതൊരു വിഷയമായിട്ട് ഉന്നയിക്കുന്നതും എല്ലാം അത് ചില ദുഷ്ടലാക്കോടുകൂടി ചില ആളുകൾ ഉണ്ടാക്കി വിടുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു രീതി അതിവിടെ നിലനിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്താണ് സംഭവിക്കുന്നത്?
ഇത് ഉന്നയിക്കുന്ന ആളുകൾ അത് ഒരു പക്ഷത്തുള്ള ആളുകൾ മാത്രമായിട്ട് ഇവിടെ മുഴച്ചു നിൽക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം അതൊരു ഉദാഹരണമാക്കി എടുത്ത് പറയാൻ പാകത്തിന് വന്നതിൽ വലിയ വിഷമമുണ്ട്. കാരണം ആളുകൾ 10 ആളുകൾ കൊല്ലപ്പെടുന്നതും കുട്ടികളടക്കം, അതുകൂടാതെ അതിൽ കൂടുതൽ ആളുകൾ 35 ആളുകൾ അവിടെ പരിക്കേറ്റ് കിടക്കുന്ന അവസ്ഥയും, അതിനേക്കാൾ ഉപരി ആ പ്രദേശത്തുള്ള ആളുകൾക്ക് തന്നെ മൊത്തത്തിൽ അവരുടെ ഇനിയും ഇത് സംഭവിക്കുമെന്നുള്ള ആശങ്കയും ആ സൈനികരുടെ ജോലി ഭാരം കൂടുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എടുത്ത് നമ്മൾ വെക്കുമ്പോൾ ഇങ്ങനെ വരേണ്ടി വന്നത് അവിടെ ഉണ്ടെങ്കിലും ഞാൻ പറയുകയാണ്, ഇത് സത്യത്തിൽ ഇവിടെ ഇതൊരു ഉദാഹരണമായിട്ട് മാറുന്നു. ആ ഉദാഹരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് ഈ വിഷയത്തിലൂടെയും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നാഷണൽ സെക്യൂരിറ്റി ഒരു വിഷയമായിട്ട് ഉന്നയിക്കാൻ പാകത്തിന് ആളുകൾ മുന്നോട്ട് വരുന്നതും അതൊരു വിഭാഗം ആളുകൾ വലതുപക്ഷം മാത്രമായിട്ട് മാറുന്നു എന്നതാണ് ഇവിടെ കാണുന്നത്. അവിടെ ഈ രാഷ്ട്രീയ വൈര്യം മാറ്റിവെച്ചുകൊണ്ട് നാഷണൽ സെക്യൂരിറ്റി അത് ഇവിടെ ജനിച്ചു വീഴുന്ന കുട്ടിയുടെ അടക്കം അവന് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്, അവൻ്റെ മേലെയുള്ളൊരു ബാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഏത് വലതായാലും ഇടതായാലും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അവർ ഓരോരുത്തരുടെയും ഒരു ഉത്തരവാദിത്തമായിട്ട് കണ്ടെത്തി ഒരു ദേശസ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഇറങ്ങിത്തിരിക്കേണ്ട ഓരോ വ്യക്തിയുടെയും ഒരു ഉത്തരവാദിത്തമായിട്ട് കാണേണ്ട ഒരു സംഗതി, അതിൽ ഒരു വിഭാഗം ആളുകൾ ഒഴിഞ്ഞു നിൽക്കുകയും അത് ഒരു രാഷ്ട്രീയ ആയുധമാക്കി കുറ്റപ്പെടുത്തലിലൂടെയും മറ്റു രീതിയിലൂടെ അതിനെ ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് നമ്മളിവിടെ നിരന്തരം കാണുന്നത്. അത് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കുന്നു. പുൽവാമ അറ്റാക്ക് ഉണ്ടായപ്പോൾ അവിടെ ആ ഒരു 40-40 സൈനികർ കൊല്ലപ്പെട്ട സമയത്ത് നമ്മൾ കണ്ടതാണ്. അത് ഇവിടുത്തെ രാഷ്ട്രീയം മോദി അത് പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. എനിക്കത് പറയുമ്പോൾ വലിയ വിഷമമുണ്ട്. കാരണം ഒന്ന് പേഴ്സണലി ഞാൻ ഈ സൈന്യത്തിലൊക്കെ പോകണമെന്നും ആ രീതിയിലൊക്കെ വരണമെന്നും കുട്ടിക്കാലത്ത് ആഗ്രഹിച്ച് നടന്നിരുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നത് ആ കൊല്ലപ്പെട്ടതിൽ ഞാനായിരുന്നു എന്നുണ്ടെങ്കിൽ എന്നെക്കുറിച്ചും ഇവിടെ അല്ലെങ്കിൽ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് എൻ്റെ രാജ്യം ഇതുപോലെ ഒരു പദ്ധതി ഇടും എന്നറിയുമ്പോൾ ഞാൻ അന്ന് പോകാൻ വിചാരിച്ചത് അതൊരു അബദ്ധമായി പോയാനല്ലോ എന്ന് വരെ ചിന്തിക്കുമ്പോൾ എത്ര ആളുകൾ അവരുടെ ചിന്തയിലൂടെ അത് പോയിട്ടുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒന്നത്. രണ്ട്, നമ്മൾ അങ്ങനെ അതിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള ആളുകൾ ഇതേ സൈന്യത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെയൊക്കെ ബാച്ചിൽ പഠിച്ച കുട്ടികൾ, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ഇന്നും സൈന്യത്തിലുള്ള ആളുകളാണ്. നമ്മളൊക്കെ ചെയ്യുന്ന പരിപാടികൾ ഒക്കെ കാണുമ്പോൾ അവർ പറയുന്നു, നമ്മളോട് പേഴ്സണലി പറയുന്നൊരു കാര്യം, ആരിഫ് നീ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജോലി ഭാരമാണ് കുറയുന്നത് എന്ന് വരെ അഭിപ്രായപ്പെടുന്ന സൈനികരായിട്ടുള്ള സുഹൃത്തുക്കൾ നമ്മുടെ അടുത്ത് ഉണ്ടാകുമ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇതിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ചില ആശയങ്ങളെന്ന് പറയുന്നത്. അവിടെയാണ് ഇതിനെയൊക്കെ ഡിസ്ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആളുകളെ അത് വെറുതെ കള്ളിൻ്റെ കോട്ടയ്ക്ക് വേണ്ടിയും ശമ്പളത്തിന് വേണ്ടിയാണ് എന്ന് വരെ പറഞ്ഞു വെക്കുന്ന രീതിയിലേക്കൊക്കെ വിടുമ്പോൾ അത് വലിയ വിഷമമുണ്ടാക്കുന്നുണ്ട്. അത് പറയുന്ന ആളുകൾ മുഴുവൻ അത് സംഖ്യയായതുകൊണ്ട് പറയുന്നു എന്നും പറഞ്ഞു വെക്കുമ്പോൾ സത്യത്തിൽ പിന്നെ ഇതാരാണ് പറയേണ്ടത് എന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയും അത് പറയുന്നത് മുഴുവൻ ഒരു വശത്തുള്ള ആളുകളുമായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ധ്രുവീകരണം ശക്തിപ്പെടുന്നു എന്നത് തന്നെയാണ്. അതിൻ്റെ ഒരു വലിയ തോതിലുള്ള ഒരു മാനിഫെസ്റ്റേഷനാണ് നമ്മൾ യൂറോപ്പിൽ വരെ കണ്ട് തുടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇന്ത്യയിലും ഇനി ശക്തിപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ പല ആംഗിളിൽ നിന്ന് നമുക്ക് ഈ വിഷയത്തെ കാണാം, പഠിക്കാം. ഓരോ വിഷയങ്ങളിലേക്ക് നമ്മൾ ചർച്ച കൊണ്ടുപോകാൻ നമുക്ക് ഉപകരിക്കും. ഞാൻ ഈ വിഷയത്തെ ഇതൊരു തീവ്രവാദത്തെ എതിർക്കുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ ഇതിൽ ആളുകൾ കൊല്ലപ്പെട്ടു കണ്ണെവിടെ എന്ന ചോദ്യത്തിലേക്ക് പോകുന്നത് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ ഇതിനെ എടുത്തു വെക്കുന്നത് ഇത് ഈ വലതുപക്ഷം വളരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളെ, ആ ആളുകൾക്ക് തങ്ങൾ എന്താണ് വലതുപക്ഷം വളരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്ന് ചോദിക്കേണ്ട ഒരു ഘട്ടമായിട്ട് അതിനെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുക എന്നാണ് എനിക്ക് പറയുന്നത്. ബാക്കിയൊക്കെ പോട്ടെ, നിങ്ങൾക്ക് കണ്ണൊക്കെ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ ഭാരിച്ച പരിപാടികളാണ്, എപ്പോഴൊന്നും സാധിച്ചോളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മിനിമം ചെയ്യാവുന്ന കാര്യമാണ് ഇതുപോലെയുള്ള ചില ചെറിയ ചെറിയ ചോദ്യങ്ങൾ അതെങ്കിലും ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ചെറുവിരലിൻ്റെ അനക്കമെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വലതുപക്ഷത്തെ തടയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഈ തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നത്, അത് ഞാൻ പറയാറുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ വാർഡിനെ സ്നേഹിക്കാം, പഞ്ചായത്തിനെ സ്നേഹിക്കാം, ജില്ലയെ സ്നേഹിക്കാം, സംസ്ഥാനത്തെ സ്നേഹിക്കാം, പക്ഷെ രാജ്യത്തെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നമായിട്ട് മാറുന്നു. അത് ശരിയാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയൊക്കെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയും. സംസ്ഥാന സ്നേഹിയായിട്ട് അറിയപ്പെടുന്നതിൽ നിങ്ങൾ ഒരു മലയാളി എന്നൊക്കെ അറിയുന്നതിൽ നിങ്ങൾക്ക് വലിയ അഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുന്നതിലും ഒരു അഭിമാനം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഒരു നിലപാടെടുത്തുകൊണ്ട് അതിനുവേണ്ടി മുന്നോട്ട് വരിക എന്ന് പറയുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ അവസാനമായിട്ട്.
വലതുപക്ഷത്തെ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്തു കൂട്ടുന്ന കാര്യം സത്യത്തിൽ വലതുപക്ഷത്തെ വളർത്തുന്ന പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പരിപാടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള വൺ സൈഡഡ് ആയിട്ടുള്ള ഇരട്ടത്താപ്പ് മുഴച്ചു നിൽക്കുന്ന തരത്തിലുള്ള ചില ഇടപെടലുകളാണ്. അതിലേറ്റവും പ്രധാനം ഇസ്ലാമിൻ്റെ വശത്തു നിന്നുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇസ്ലാമിക തീവ്രവാദികൾ പണിയൊപ്പിക്കുന്ന സമയത്ത് അത്തരം വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഇസ്ലാമിലേക്കൊരു നവോത്ഥാനം വരേണ്ട സമയത്ത് അവിടെയൊക്കെ കണ്ണടച്ച് നിന്ന് അതല്ലെങ്കിൽ അത് അവിടെ ആയിക്കോട്ടെ, ഇച്ചിരി ഭീകരവാദം ഇച്ചിരി തോന്നിവാസമൊക്കെ അവർ ചെയ്തോട്ടെ എന്ന ലെവലിലേക്ക് കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന ആളുകളായിട്ട് അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന ആളുകളുമായിട്ട് നിങ്ങൾ മാറുന്നു. അത് തന്നെയാണ് ഈ വലതുപക്ഷം വളർത്തുന്ന അല്ലെങ്കിൽ അവരെ വളർത്തുന്ന ഘടകം. അത് നമ്മളിവിടെ കണ്ടു. ഇലക്ഷനിൽ വോട്ട് എങ്ങനെയാണ് ചോർന്നു പോകുന്നത് എന്ന് നമ്മൾ കണ്ടു. അത് ഇനിയും രൂക്ഷമാകും. അത് ആഗോള പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തിൽ ഇവിടെ ഇന്ത്യക്ക് മാത്രം ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. കാരണം അത് നിങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു പ്രതിഭാസം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ട് ഇത് തടയാൻ ശ്രമിച്ചാലും ഒറ്റ കാര്യം നിങ്ങൾ മാത്രം ഉറപ്പാക്കിയാൽ മതി. ഇതുപോലെയുള്ള നാഷണൽ സെക്യൂരിറ്റി അതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളിൽ പ്രതികരണം നടത്തുന്ന ആളുകൾ അത് ആര് എന്ന് ചോദിക്കുമ്പോൾ അത് വലതുപക്ഷം മാത്രമായി മാറാതെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നാണ് എനിക്ക് ഇതിൽ അവസാനമായിട്ട് പറയാനുള്ളത്. നന്ദി. ഓക്കെ, എന്തായാലും സാറിന്റെ വിലപ്പെട്ട സമയം ഒരു 10-15 മിനിറ്റ് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് അഭിപ്രായം പറഞ്ഞതിൽ വളരെയധികം നന്ദിയുണ്ട് സാർ. എന്തായാലും ഞാൻ മറ്റു അതിഥികളിലേക്ക് പോവാണ്. സാറിന്റെ വിലപ്പെട്ട സമയം ഇനി ഞാൻ കവരുന്നില്ല. ഇനി മറ്റൊരു സമയത്ത് എനിക്ക് ഈ പതാക പിറകിൽ എന്തുകൊണ്ട് വന്നു എന്നുള്ളതിന്റെ ഒരു വിശദീകരണം തരണം എന്നൊരു അപേക്ഷ വെക്കുകയാണ്. എന്തായാലും സാറ് ലെഫ്റ്റ് ചെയ്തോളൂ. എന്തായാലും നന്ദിയുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, യെസ്, എല്ലാവർക്കും നന്ദി. രാജശേഖർജി, രാജശേഖർജി, നമ്മൾക്കറിയാം അങ്ങ് ഒരു പകുതിക്ക് വെച്ച് നിർത്തിയതാണ്. ഓപ്പറേഷൻ പകുതിക്ക് വെച്ച് നിർത്തി കത്രികയൊക്കെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. ബാക്കി ഓപ്പറേഷൻ കൂടെ ചെയ്തോളൂ. കാരണം ഇപ്പോൾ ആരിഫ് ഹുസൈൻ സാർ പറഞ്ഞ വേറൊരു ആംഗിൾ കൂടി നമുക്ക് കിട്ടിയത് യാഥാർത്ഥ്യമാണ്. കാരണം ഇവിടെ പ്രതികരിക്കുന്ന അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകളെയൊക്കെ സംഘി ചാപ്പകുത്തുക, അതല്ലെങ്കിൽ RSS, BJP, ഹിന്ദുത്വ തീവ്രവാദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാപ്പകുത്തുന്ന ആ ഒരു സിസ്റ്റം കൂടിയാണ് അദ്ദേഹം ഈ വിഷയത്തെ ഒരു മതവൽക്കരിക്കാതെ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ അതുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് എങ്ങനെയാണ് അങ്ങയുടെ ബാക്കി വരുന്ന ഭാഗം? അല്ലെ, ഇവിടെ നമ്മൾ കാണേണ്ടത് ഇപ്പൊ ബാബാജി ഒരു പ്രധാന വിഷയം ഇവിടെ സംവദിക്കുകയുണ്ടായി. അതായത് അദ്ദേഹം പറഞ്ഞ എല്ലാ മുസ്ലിങ്ങളും കുഴപ്പക്കാരല്ല. പക്ഷെ നമ്മൾ അതിനോട് യോജിക്കുകയാണ്. എല്ലാ മുസ്ലിങ്ങളെയും നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ഈ നല്ല മുസ്ലിമങ്ങളാണ്, ദേശീയ മുസ്ലിമങ്ങളാണ് എന്ന് ധരിക്കുന്നവരെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ വിഷപ്പല്ലുകൾ പുറത്തേക്ക് ഇറക്കാറുണ്ട്. ഞാനത് കാണുന്നത് നമ്മുടെ മമ്മൂട്ടി എന്ന മഹാനടനിലൂടെയാണ്. അപ്പൊ ഇവരിതിനെ ആസ്വദിക്കുന്നുണ്ട് മാറിയിരുന്നുകൊണ്ട്. ഒരുപക്ഷെ അവര് പ്രത്യക്ഷത്തിൽ വന്ന് ഈ ദ്രോഹ നടപടികൾക്ക് പാത്രീഭവിക്കുന്നില്ല എങ്കിലും ഇതിനെല്ലാം തന്നെയുള്ള എന്താ പറയുന്ന പിൻബലം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ചോദിക്കുന്ന അവയവ കടത്തിനെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. യൂസഫ് അലിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനം, ഒരു ഹോസ്പിറ്റല്, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അതിനെ ആസ്പദമാക്കി നിരവധി വിഷയങ്ങൾ പുറത്തു വന്നു. ഒരു മാധ്യമങ്ങളും ചർച്ചയ്ക്കെടുത്തില്ല. വലിയ വാദകോലാഹലങ്ങൾ ഒന്നും വന്നില്ല. ഒരന്വേഷണവും നടന്നില്ല. എത്രയെത്ര പാവപ്പെട്ട അതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. പാവപ്പെട്ട ഹിന്ദു മാത്രമാണ് ഇരകൾ. അവരെയാണ് കൊണ്ടുപോകുന്നത് സിറിയയിലേക്ക്, അവിടേക്ക്. ഏത് ഭാഗം നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ ഹിന്ദുവിന്റെ ജനസംഖ്യ എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും? അത് അവയവക്കടത്തിലൂടെ അല്ലെങ്കിൽ എല്ലാ തരത്തിലൂടെ ആയിരുന്നില്ല. അപ്പൊ ഇതിനെല്ലാം തന്നെ ഒരു പിൻബലം കൊടുക്കുന്നില്ലേ? മാറാട് സംഭവത്തെ സംബന്ധിച്ചടക്കുമ്പോൾ അന്നത്തെ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു അഹമ്മദ്. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം മന്ത്രിയായിരിക്കെ ജുഡീഷ്യൽ നടപടികളുടെ ഭാഗമായിട്ട് കൃത്യം നടന്ന അല്ലെങ്കിൽ അതിന്റെ ആസൂത്രണം നടന്ന ഭാഗത്ത് ആയുധങ്ങൾ ശേഖരിച്ച സ്ഥലത്ത് അതിനുശേഷം ഈ കൊലപാതകികൾ കൊണ്ടുപോയി ആയുധം സൂക്ഷിച്ച ഒരു ഇസ്ലാമിക ദേവാലയം എന്ന നിലയില് അത് പോലീസ് സീൽ ചെയ്തത് നമ്മൾ ആലോചിച്ച് നോക്കണം. കേന്ദ്ര സഹമന്ത്രിയാണ് അദ്ദേഹം. വന്നിട്ട് എന്താ ചെയ്തത്? ബലാത്കാരമായി എനിക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം തല്ലിപ്പൊളിച്ച് അതിനകത്തേക്ക് കയറ്റുന്ന സമയത്ത് കാണാം മാറാട് കലാപത്തിന്റെ ആസൂത്രണം ചെയ്ത ദിവസം അവിടുത്തെ കലണ്ടറിൽ നിന്ന് വ്യക്തമാണ്. അവിടുത്തെ ആ പള്ളി അല്ലെങ്കിൽ ആരാധനാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇത്. ഞാൻ ചോദിച്ച ഇതിനെ അപലപിക്കാൻ ആരെയും തയ്യാറായിരുന്നു? അഹമ്മദ് കേന്ദ്ര സഹമന്ത്രി ചെയ്ത തെറ്റാണ്. അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന് പറയാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല.
അപ്പൊ എന്തു തോന്യാസം ഇവിടെ ഈ ഭീകരവാദികൾ ചെയ്താലും അതിനെല്ലാം തന്നെ ഒരു പിന്നാമ്പുറം സപ്പോർട്ട് ഇവിടുത്തെ ദേശീയ മുസ്ലിം എന്ന് അവകാശപ്പെടുന്നവർ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ഭാരത വിഭജനം 1947 വളരെ ഗംഭീരമായിട്ട് നടക്കുന്ന സമയത്ത് അഭിപ്രായ വോട്ടെടുപ്പ് നടത്തി വന്നു. 100% മുസ്ലിമുകളും പറഞ്ഞു ഭാരതാംബയെ വെട്ടിമുറിക്കണമെന്ന്. അതിനകത്ത് ഒരു ദേശീയ മുസ്ലിമും പറഞ്ഞില്ല ഈ വിഭജനം ഒഴിവാക്കണമെന്ന് പറഞ്ഞില്ല. 100%ന്റെയും ആവശ്യം ഈ നാട് വെട്ടിമുറിക്കണമെന്ന്. ഇവിടെ വിട്ടുപോകണമെന്ന് താല്പര്യമുള്ളവരോ 20% പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു. അതെന്തിനു വേണ്ടിയായിരുന്നു? വിഭജനത്തിന് ആധാരമായ രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ നിലകൊള്ളുകയും രജിസ്ട്രേഷൻ പുതുക്കുകയും മദ്രാസ് കേന്ദ്രമാക്കി അല്ലെ തമിഴ്നാട് കേന്ദ്രമാക്കി രജിസ്ട്രേഷൻ നിലനിർത്തുകയും വീണ്ടും അതേ നടപടികൾ തന്നെയല്ലേ ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്നത് ഈ IUML എന്ന് പറയുന്ന പ്രസ്ഥാനം, INL എന്ന് പറയുന്ന പ്രസ്ഥാനം, SDPI എന്ന് പറയുന്ന പ്രസ്ഥാനം, സിമി ആയിക്കൊള്ളട്ടെ, PFI ആയിക്കോട്ടെ, ഇവരുടെ എല്ലാം ലക്ഷ്യം എന്താണ്? ഈ നാട്ടില് സമാധാനം പുലരണമെന്നാണോ? ഈ നാട്ടിൽ സർവധർമ്മ സമഭാവന പുലരണമെന്നാണോ? ഈ നാട്ടിലെ ജനങ്ങൾ മൊത്തത്തിൽ ഐശ്വര്യപ്പെടണമെന്നാണോ? ഈ നാട് അഭിവൃദ്ധിപ്പെടണമെന്നാണോ? ഇല്ല, ഞമ്മന്റെ കാര്യം മാത്രം. മുസ്ലിമിന് എന്ത് കിട്ടും? സമ്മർദ്ദ തന്ത്രത്തിലാക്കി അവർക്ക് എന്ത് നേടണം? അതിന് വീണ്ടും രാഷ്ട്രത്തെ ഒന്നുകൂടി മുറിക്കേണ്ടി വന്നാൽ കട്ടിങ് ഓഫ് ദി സൗത്ത്. ഇല്ല എങ്കിൽ കേരളത്തെ രണ്ടാക്കിയിട്ട് പ്രത്യേക ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനം. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് അറിയാം. കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകൾ എടുക്കും. ഒരു 20 വർഷത്തെ തെരഞ്ഞെടുപ്പിന്റെ ഇത് നോക്കുന്ന സമയത്ത് കേരളത്തിലെ 4 ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ അപ്രത്യക്ഷമായി. ചോദിച്ചാൽ പറയും എന്താണ്? ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചാൽ പറയാം ആ 4 മണ്ഡലങ്ങൾ ആവിയായി പോയി. ഈ 4 മണ്ഡലങ്ങളുടെ ഗുണഭോക്താക്കൾ ആരാണ്? മുസ്ലിം സമൂഹമാണ്. മുസ്ലിം ഭൂരിപക്ഷമുള്ള മലപ്പുറം ജില്ലയിലെ 4 മണ്ഡലങ്ങൾ കൂടി. അതിനർത്ഥം എന്താ? ഇവിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് നിന്നാൽ എന്താ ജയിക്കുന്നതിനുള്ള 7 നിയോജക മണ്ഡലങ്ങളിൽ 5 എണ്ണവും മലപ്പുറം ജില്ലയിലാണ് സുഹൃത്തെ. 5 എണ്ണവും മുസ്ലിം മഹാഭൂരിപക്ഷമുള്ള നിയോജക മണ്ഡലങ്ങളാണ്. ഇപ്പതാ അദ്ദേഹം ഇവിടുന്ന് രാജിവെച്ചിട്ട് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരും. കാരണം 3 അക്കം തയ്ക്കാൻ 1ന്റെ കുറവുകൂടുണ്ട്. ആ 3 അക്കം തയ്ക്കാൻ വേണ്ടി അദ്ദേഹം രാജിവെച്ചിട്ട് ഇവിടുന്ന് പ്രിയങ്ക ഗിണ്ടിയെ കൂടി ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിടും. അപ്പൊ നമ്മൾ ഇവിടെ നോക്കേണ്ട വിഷയം, ഞാൻ ബാബാജിയോട് ക്ഷമാപണത്തോടെ തന്നെ ഞാൻ സൂചിപ്പിക്കുകയാണ്, ദേശീയ മുസ്ലിമുകളെ അഭിനയമാണ്. അവരെന്തുകൊണ്ട് ഇത്തരം നടപടികളെ അപലപിക്കുന്നില്ല? ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോ ഇവിടുത്തെ ദേശീയ ബോധമുള്ള ക്രൈസ്തവ സമൂഹം അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ആലോചിച്ച് നോക്കണം. അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരി ഒരു വൈദിക വൃത്തി ചെയ്ത് ജീവിക്കുന്ന തിരുവസ്ത്രം സ്വീകരിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. അവരെ പോലും സഭയെന്ന് പുറത്താക്കി. എന്താണ് അദ്ദേഹം ചെയ്തത്? മുഹമ്മദ് എന്ന വാക്കു അപ്പൊ എന്താണ്? ഭയപ്പാടിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് മുഴുവൻ സമൂഹത്തെയും വറളി പിടിപ്പിക്കുക. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരടാ ഇവിടെ? എടാ, എല്ലാം നഷ്ടപ്പെട്ടവൻ തിരിച്ചിറങ്ങുകയാണ്, യവനൊന്നും ഈ തെരുവോരത്ത് കാണുകയില്ല. അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. എല്ലാം നഷ്ടപ്പെട്ടവന് ഹിന്ദു ഇന്ന് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ചെങ്ങന്നൂർ സ്വദേശിയാണ്. ചെങ്ങന്നൂരിലെ 70% വ്യാപാര സ്ഥാപനങ്ങളെ ഇന്ന് മുസ്ലിം കൈയടക്കിയിരിക്കുകയാണ്. അവിടെ എല്ലാം തന്നെ എന്താണ്, അവർക്ക് ഹിന്ദു പെൺകുട്ടികളെ മതി ജോലിക്ക്. നക്കപ്പീച്ച കൊടുത്തിട്ട് പാവങ്ങള് പൊരിയുന്ന വയറിന് അല്പം ആശ്വാസത്തിന് വേണ്ടി ജോലിക്ക് പോകുന്നു, പലതിലും കൊണ്ടുപോയി പെടുത്തുന്നു. ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് ചോദിക്കുന്നത്, കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരു ക്ഷേത്ര മോഷ്ടാവിനെ അറസ്റ്റ് ചെയ്തു. ക്ഷേത്ര മോഷ്ടാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അയാളുടെ കൂട്ടുപ്രതി ആരാണ്? ഒരു ഹിന്ദു യുവതിയാണ്. 8 വർഷമായിട്ട് അവൻ വിവാഹം കഴിച്ചിട്ടില്ല, ലവ് ജിഹാദിനൊന്നും അവൻ തയ്യാറൊന്നുമല്ല. പക്ഷേ 8 വർഷമായി ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നതിന് അവന്റെ സഹായിയായി നിർത്തിയിരിക്കുന്നത് ഈ ഹിന്ദു യുവതിയെയാണ്. നമ്മൾ മൊത്തത്തിൽ എടുച്ചു നോക്കുക. ഒരു ഒറ്റപ്പെട്ട ചില സംഭവങ്ങള്, ഒരു 19 വയസ്സുകാരി തന്റെ അടിവസ്ത്രം സ്വർണത്തിൽ നെയ്തെടുത്ത് കൊണ്ടുവന്നതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്വർണ്ണ കള്ളക്കടത്തിനകത്തും അതിന്റെ ഉപഭോക്താക്കള് മുസ്ലിം പുരുഷന്മാരാണ് എങ്കിൽ അതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന അതിന്റെ വാഹകരായിട്ടൊക്കെ എന്താ പറയുന്ന നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ട് അവരെ കൊണ്ടുവരുന്ന ഹിന്ദു പെൺകുട്ടികള്, യുവതികള്, സ്ത്രീകള്, അവരെയാണ്
മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ അപ്പൊ ഇത് വളരെ ആസൂത്രിതമായ ഇതിനെയൊക്കെ അപലപിക്കാൻ ഏത് മുക്രി തയ്യാറാവുന്നു, ഏത് മുള്ള തയ്യാറാവുന്നു, ഏത് ഉസ്താദ് തയ്യാറാവുന്നു, ഏത് രാഷ്ട്രീയക്കാരന്മാര് തയ്യാറാവുന്നു തെറ്റായി കാണാൻ. ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇവരെന്താണ് ഇവരുടെ ലക്ഷ്യം? ഈ ഭീകരന്മാരുടെ ലക്ഷ്യം എന്താണ്? നമുക്ക് സാധാരണഗതിയിൽ മനസ്സിലാവാം. ഇപ്പോ ഈ രാജ്യത്തിന്റെ അവർക്ക് അവകാശപ്പെട്ട ഭൂമിയായിരുന്നു ഇത്. ആ ഭൂമി ഞങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹം ഇവിടെ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഞങ്ങള് യുദ്ധത്തിലാണ്. നമുക്ക് അംഗീകരിക്കാം. മറിച്ച് എന്താണ് ഇത്? ഞങ്ങൾ ചിരിച്ചുകൊണ്ട് നേടി ഇതുവരെയുള്ള ഭാഗം 72 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ഉണ്ടായിരുന്നതിന് 38 ലക്ഷവും ഞങ്ങൾ ചിരിച്ചുകൊണ്ട് നേടിയെങ്കിൽ ബാക്കിയുള്ളതും കൂടി ഞങ്ങൾ എന്ത് ചെയ്യും? നിന്റെയൊക്കെ കഴുത്തറത്തിട്ടായാലും ഞങ്ങൾ കൊണ്ടുപോകും. അപ്പൊ ഇത്തരം നടപടികളല്ലേ ചെയ്യുന്നത്? നാം ഇതൊന്ന് ആലോചിച്ചു നോക്കണം. ഈ ഭീകരവാദത്തെ തള്ളിപ്പറയാൻ മുസ്ലിം രാഷ്ട്രങ്ങള് ഇന്ന് വരെയും പൂർണ്ണ മനസ്സോടെ തയ്യാറായിട്ടില്ല. നിരവധി മുസ്ലിം രാഷ്ട്രങ്ങള് പൂർണ്ണമായിട്ട് തയ്യാറായിട്ടില്ല. പക്ഷേ ഭാരതത്തിന്റെ സ്ഥാനപതിയും അല്ലെങ്കിൽ ഭാരതവും ഐക്യരാഷ്ട്രസഭയിൽ അടക്കം പറഞ്ഞതാണ് കാലാവസ്ഥാ വ്യതിയാനവും അതേപോലെ തന്നെ അതും മൂലം ഉണ്ടാവുന്ന ദുരന്തങ്ങളും അതിന് പരിഹാരം കണ്ടെത്താൻ നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. അതിനേക്കാൾ ഉപരിയായി വളരെയധികം പ്രസക്തിയോടുകൂടി വളരെ വ്യക്തമായിട്ട് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയും മറ്റുള്ളവരും ഐക്യരാഷ്ട്രസഭയിൽ ലോകരാഷ്ട്രങ്ങളോട് പറഞ്ഞെന്താണ്? ഈ രാജ്യത്തെ കാർന്നു തിന്നുന്ന മഹാ ക്യാൻസറായി പിടിച്ചിരിക്കുന്നതാണ് ലോക ഭീകരത. ഈ ഭീകരതയുടെ ഉറവിടം എവിടെ? ഈ ഭീകരതയുടെ ഉടമസ്ഥരാര്? ഭീകരവാദം. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞ ശരിയല്ലേ? ഇവിടെ നിന്ന് ഭാരതത്തിൽ നിന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യയും ഇവിടെ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളും ഇലക്ട്രോണിക്സ് രംഗത്ത് അടക്കമുള്ള എല്ലാ രംഗത്തും സമഗ്രമായ വികസനം കൈവരിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കോവിഡിന് അടക്കമുള്ള വാക്സിൻസ് കയറ്റി അയക്കുമ്പോൾ ഭാരതം എന്താ ചെയ്യുന്നത്? പാകിസ്ഥാൻ എന്താ ചെയ്യുന്നത്? പാകിസ്ഥാൻ ചെയ്യുന്നത് ഇപ്പോഴും എന്താണ്? ഭീകരവാദികളെ ഇങ്ങനെ നുഴഞ്ഞു കയറാനായിട്ട് ശ്രമിക്കുക. പട്ടിണി എടുത്ത് വെള്ളം കുടിക്കാൻ മാർഗമില്ലെങ്കിലും അവൻ എന്താ ചെയ്യുന്നത്? അവൻ നേരെ ഇവിടേക്ക് കടന്നു വരികയാണ്. ഇവിടെ ഭീകരവാദം സ്വയം കത്തിച്ചാമ്പലാവാൻ വേണ്ടി എന്താണ് അങ്ങ് ചെന്നിട്ട് 72 സൂറികളെ കിട്ടുമെന്നും പറഞ്ഞിട്ടാണ് ഈ മഹാഭാവികൾ ഇതെല്ലാം ചെയ്തു വെക്കുന്നത്. നാം ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇതിനെ ഞാൻ ഒറ്റ കാര്യത്തിലേ പറയുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞ അതിനോട് ഈ വലതുപക്ഷം സംഖ്യ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുകയാണ്. കാരണം സാമൂഹിക വ്യവസ്ഥിതി അങ്ങനെ കൊണ്ടുവരികയാണ്. ഇരവാദം മുഴക്കി മുസ്ലിമിനെ ചോദ്യം ചെയ്യാൻ ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തയ്യാറല്ല, പോലീസ് തയ്യാറല്ല. ഇന്ന് ജുഡീഷ്യറി പോലും എന്താ പറയുന്നത്? രണ്ടാമതൊന്ന് ആലോചിക്കും. നമുക്ക് ഭാരതത്തിലെ വിവിധ കോടതികളിലെ മുസ്ലിമിന്റെ പൊതുവായ ഒരു ആവശ്യം വരികയാണെങ്കിൽ അർദ്ധരാത്രിക്ക് കോടതി തുറന്ന് ആ കേസ് വാദം കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഹിന്ദുവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഭാരതത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഇന്നേ വരെ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ മുസ്ലിം ആണോ അതിന് പ്രത്യേകമായ സാഹചര്യം? കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ വന്ന് കോടതിയെ വെല്ലുവിളിച്ചിട്ടില്ലേ? പോലീസ് വാഹനത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് SDPIക്കാരനും പോപ്പുലർ ഫ്രണ്ടുകാരനും കോടതിയെ വെല്ലുവിളിച്ചില്ലേ? ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷ ജനതയെ അവരെ വെല്ലുവിളിച്ചില്ലേ? അരിയും മലരും കരുതിക്കോ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് പറഞ്ഞിട്ട് ആ കേസിന്റെ അന്വേഷണം എവിടെ പോയി? എന്ത് നടപടി സ്വീകരിച്ചു? പരസ്യമായി വെല്ലുവിളിക്കുകയാണ്, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ക്രിമിനൽ ഒഫൻസ് അല്ലേ? നടപടി എടുക്കാൻ എന്താ ചെയ്തത്? 12 വയസ്സ് കഴിഞ്ഞ പയ്യനായിരുന്നു. നടപടി എടുക്കാമായിരുന്നു. ഒരു അന്വേഷണവും ഉണ്ടായില്ല. ഓട്ടോറിക്ഷയില സിവിൽ ഡ്രസ് 2 പോലീസുകാർ അവിടെ പോയത് അവന്റെ വീട് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം. എന്തായി അവിടെ? അപ്പൊ ഇതേമാതിരി എന്താ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. വേറെ ബഹുമാനായ ബൈജുവിന് തെറ്റിദ്ധരിപ്പിച്ച് ചായ കുടിച്ചിട്ട് പൈസ കൊടുത്തപ്പോഴാണ് ഈ കടയുടമ ആരാണെന്ന് ചോദിച്ചേ. അതിനെ ഒന്ന് ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് അയാൾ എത്രയാ 2.5 ആഴ്ചയോളം അകത്ത് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് നമ്മൾ ആലോചിക്കണം, പെട്ടെന്ന് എന്ത് ചെയ്യുന്ന അറിയാമോ? ഗണപതിയുടെ വിഗ്രഹം വെച്ചിടത്ത് ഒരു 16 ഗണപതിയെ കൂടെ അയാൾ കയറ്റി വെച്ചു. ഞാൻ കച്ചവടത്തിന് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ പച്ചയായ പരമാർത്ഥം അറിയാവുന്ന പോലീസ് എന്താ ചെയ്യുന്നത്? അധർമ്മിയോടൊപ്പം കൂട്ടുനിന്നു.
അപ്പൊ പിന്നെ ആരാണ് നാളെ ചോദ്യം ചെയ്യുന്നത്? കിട്ടുന്നത് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോയിരിക്കും എന്നാണ് കരുതുന്നത്. പക്ഷെ നടക്കില്ല. ആ കാലഘട്ടം മാറിപ്പോയി. നാളെ കേരളത്തിലെ എല്ലാ കളക്ടറേറ്റുകൾക്ക് മുമ്പിലും ഈ മരണപ്പെട്ട, കൊല ചെയ്യപ്പെട്ട ആ ഹൈന്ദവ തീർത്ഥാടകർക്ക്, ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്കടക്കം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇസ്ലാമിക ഭീകരതയുടെ കോലം കത്തിക്കും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുവാനായിട്ട് തന്നെ ബജരംഗദളിന്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ ഗംഭീരമായിട്ട് ആ പരിപാടികൾ ഈ കേരളത്തിലെ എല്ലാ ദിക്കിലും അത് നടക്കും. വരട്ടെ. ഞാനതാണ് പറഞ്ഞത്, ഹിന്ദുവിന് ഇന്ന് എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ്. അവൻ ഇനി ഈ അധർമ്മത്തിനെതിരെ ജീവൻ കൊടുത്തും ധർമ്മം നിലനിർത്തുവാൻ ബാധ്യതപ്പെട്ടവനാണ് ഹിന്ദു. അവൻ അതിലേക്ക് കടക്കുകയാണ്. അപ്പൊ പിന്നെ അവനെ മാറി നിന്ന് ചെളിവാരി എറിയാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനെ അവഗണിക്കുകയല്ലാതെ. അപ്പൊ ഇവിടെ വലതുപക്ഷ, ഇപ്പൊ അരിപ്പോ സാർ പറഞ്ഞെന്താണ്, ഇതിനെ ഇങ്ങനെ വലതുപക്ഷ ആശയമായിട്ടല്ലെങ്കിൽ എന്താണ്? കാരണം ഇന്ന് ഇടതുപക്ഷം മുഴുവൻ ഇസ്ലാമിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഭീകരന്മാരുടെ കരവലയത്തിനുള്ളിൽ ഇന്ന് അങ്ങനെ സുഖമായിട്ടിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസ് സീൽ ചെയ്യണമെന്ന് കർശനമായ നടപടി ഉണ്ടാവണമെന്ന് പറഞ്ഞപ്പോ നമ്മുടെ പിണറായി വിജയൻ, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ പറഞ്ഞ എന്താണ്? അത്ര വേഗത്തിലൊന്നും വേണ്ടെന്ന് പറഞ്ഞത്, അത്ര ധൃതിപ്പെട്ടൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞത്. ഇന്ന് പക്ഷെ കൊണ്ടുപോയവന്റെ ഒക്കെ ആമാശയം ഇടിച്ച് കലക്കുമ്പോ ഉണ്ടല്ലോ, അമ്മേ എന്ന് അലറാൻ പോലും അവന് കഴിയാത്ത രീതിയിലാണ്. കാരണം അവന്റെയൊക്കെ മുഴുവൻ രഹസ്യങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. NIA. അത് അട്ടിമറിക്കാനായിട്ടാണ്. ഈ ഭാരത രാഷ്ട്രത്തിന്റെ സർവ്വതോന്മുഖമായ ഐശ്വര്യവും ഉയർച്ചയും വളർച്ചയും ഇതോടുകൂടി അതിനു വേണ്ടിയാണ് സകല ചപ്പുചവറ് പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് നിന്നു. സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെട്ട CPIM പോലെയുള്ളവര്, അവന്റെ കൊടി എവിടെയാണ്, അവന്റെ ചിഹ്നം എവിടെയാണെന്ന് ഇനിയും പോയി പാഴൂര് പോയി പ്രശ്നം വെച്ച് നോക്കണം. CPM-കാരന്റെയും CPI-കാരന്റെയും ചിഹ്നവും കൊടിയും ഒക്കെ ഇനിയും നാളെ അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നതിനെ സംബന്ധിച്ച് നാം ആലോചിച്ചു. എന്തുകൊണ്ട് ആലോചിച്ച് നോക്കണം. അപ്പൊ ഇവരുടെ പ്രവർത്തന ശൈലി കൊണ്ടാണ് ഈ ഒരു തരത്തിലേക്ക് വരുന്നത്. മലപ്പുറം ജില്ലയിലെ ഒരു 50-55 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്രം എങ്ങനെയാണ് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അവിടെ രാവിലെ ഹിന്ദുക്കൾ സാധുക്കളാണ്, അവർ പണിയെടുക്കാണ്ട് പുലർച്ചെ 6 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറക്കും. 7 മണിയാകുമ്പോൾ ഒരു കാക്ക ഉമ്മറത്ത് വന്നിരിക്കും. അതിന് ബീഡി കത്തിക്കണം. അവന് ബീഡി കത്തിച്ച് എഴുതണ കട്ടൻ കാപ്പി വേണം. പതുക്കെ എന്ത് ചെയ്യുമെന്നറിയാമോ? അവിടുത്തെ സ്ത്രീകളെ ചൂഷണം ചെയ്യുക, അടിവയറ്റിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ന് ആ നടപടികള് ഒന്നുമില്ല. ആ നടപടികളൊന്നും ഇന്ന് മലപ്പുറത്ത് നടക്കത്തില്ല. ഇതാണ് ഒരു സാഹചര്യം. അതാണ്. അപ്പൊ ഇത്തരത്തില് നാം കാണേണ്ട ഒരു സ്ഥിതിവിശേഷം എന്താണ്? വലതുപക്ഷം ആക്കി തീർക്കുകയാണ്. സംഘിയാണെന്ന് പറഞ്ഞാൽ ആ ഒരു പട്ടം ഇന്ന് പലരും പറയുന്നു, ചാണകത്തിൽ ചവിട്ടാൻ ഞങ്ങൾ തയ്യാറാണ്, സംഘിയാവാൻ ഞങ്ങൾ തയ്യാറാണ്, വലതുപക്ഷമാവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സ്ത്രീകളടക്കം, മുസ്ലിം യുവാക്കന്മാരടക്കം കഴിഞ്ഞ ദിവസം 14 കുടുംബങ്ങള്, മുസ്ലിം കുടുംബങ്ങള് എന്നെ സമീപിക്കുകയുണ്ടായി. അവരുടെ അമ്മ മതം മാറിയാണ്, ലവ് ജിഹാദിന്റെ ഇരയായതാണ്, അങ്ങനെ വന്ന് പെട്ടുപോയതാണ്. അപ്പൊ അവര് വന്ന് അവരുടെ ആ ഒരു സാഹചര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചു കഴിഞ്ഞ് ഇന്ന് അവര് സ്വധർമ്മത്തിലേക്ക് മടങ്ങി വരികയാണ്. 18 കുടുംബങ്ങളിൽ നിന്ന് ഏതാനും ചില പുരുഷന്മാര് മാത്രമാണ് അവര് ഭയപ്പാടോടെയാണ് വരുന്നത്. ഞങ്ങൾ പൂർണ്ണ സംരക്ഷണം നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞു. അവർ ഈ വെള്ളിയാഴ്ച ബാക്കി ആളുകളോട് വരികയാണ്. വന്നിട്ട് വിശ്വഹിന്ദു പരിഷത്തിന്റെ 60ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയില് ഈ സ്വധർമ്മത്തിലേക്ക് എല്ലാവരും തിരിച്ചു വരണമെന്നുള്ളൊരു ആഹ്വാനമാണ് ഞങ്ങൾക്ക് മുൻപോട്ട് വയ്ക്കുവാനുള്ളത്. അവര് കൃത്യതയോടെ അവരനുഭവിക്കുന്ന ദുരന്തങ്ങളെ പറ്റി ഈ വരും ദിവസങ്ങളില് അവര് തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. മാധ്യമങ്ങളുടെ മുമ്പിൽ തയ്യാർ. അപ്പൊ ഈ ഒരു മാറ്റം വലതുപക്ഷമാണെന്ന് പറയുവാൻ, ഞങ്ങള് സംഘിയാണെന്ന് പറയുവാൻ, ത്രിസംഖ്യയാണെന്ന് പറയുവാൻ, മുസംഖ്യയാണെന്ന് പറയുവാൻ ആളുകൾ മുന്നോട്ട് വരുന്നതായ സാഹചര്യം അതിവിദൂരമല്ല. അതുകൊണ്ടാണ് ആചാര്യന്മാര്, ഏറെ ബഹുമാന്യനായ ബാബാജിയെ പോലുള്ള ആളുകള് തൃശ്ശൂരിൽ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്. അത്
ഇനി മേലിൽ ഹിന്ദുത്വം അത് ഇനിയും എന്താ പറയുന്നത് ഡിഫെൻസീവ് ആവുകയില്ല, ഒഫെൻസീവ് ആവുന്നതായ ഒരു സാഹചര്യത്തിലേക്ക് വരും. അപ്പൊ അതിന്റെ വിശാലത മുഴുവൻ സമൂഹം ഇന്ന് ഇവരിതെല്ലാം കൊടുത്ത് പഠിപ്പിക്കുന്ന സമയത്ത് മുസ്ലിങ്ങള് വളരെ കൃത്യമായിട്ട് ഈ ദേശീയ മുസ്ലിങ്ങളെ ഈ ഒരു സാഹചര്യം തകർന്നു കഴിയുമ്പോൾ ഈ ഭീകരന്മാരുടെ തണലില് നിന്നിട്ട് കാര്യമില്ല എന്ന തിരിച്ചറിവ് വരുമ്പം അടപടലേന്ന് അവര് ഈ രാഷ്ട്രത്തിന്റെ ദേശീയ തനിമയിലോ ഊറ്റം കൊണ്ടുകൊണ്ട് അവര് തിരിച്ചു വരും എന്നതിന് രണ്ടു പക്ഷമില്ല, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇതുവരെയുള്ള ഇതിനെ പൊതു സമൂഹത്തില് എന്നെ ശ്രവിക്കുന്ന ന്യൂസ് കഫേ ലൈവിലെ മാന്യ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ സത്യം തിരിച്ചറിഞ്ഞിട്ട് അന്യായത്തിനെതിരെ ഒരു കോംപ്രമൈസും ഇല്ലാതെ പ്രതികരിക്കുവാൻ നമ്മൾ തയ്യാറാവണം, നമ്മൾ തിരിച്ചടിക്കാൻ തയ്യാറാവണം. അപ്പൊ അവിടെ ഈ ഭീകരന്മാരെ കണ്ടെത്താൻ ഭാരത സൈന്യത്തിന്, ഭാരതത്തിന്റെ അതിർത്തി രക്ഷാ സേനയ്ക്ക്, ഭാരതത്തിന്റെ CRPFന് എല്ലാത്തിനും പരിപൂർണമായ പിന്തുണ ഈ രാജ്യത്തെ ദേശീയ ജനത തയ്യാറാക്കിക്കൊണ്ട് അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ട് ഒരു ഭീകരനെയും നമ്മുടെ നാട്ടിൽ വെച്ചു പുലർത്തുകയില്ല എന്നുള്ള അതിശക്തമായ, ഇവരെങ്ങനെ തഴച്ചു വളർന്നത്? കാലാകാലങ്ങളിൽ സംഘടിത വോട്ട് ബാങ്ക്, മോദി 587 വീടുകൾ തന്നെ കൊടുത്ത മുസ്ലിം 587 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. 2857 വോട്ടുകൾ ഉണ്ടായിരുന്ന രാംപൂര്, അയോധ്യ ഉത്തർപ്രദേശിലെ ഒരു ബൂത്തായിരുന്നു. 2857 വോട്ടുകൾ ഉണ്ടായിരുന്നു. 557 കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തതാണ് മോദി. പക്ഷെ മോദിക്ക് കിട്ടിയ വോട്ട് എത്ര ആയിരുന്നു അറിയോ? വട്ടപൂജ്യം. അപ്പൊ ഇവിടെ മുസ്ലിം ഭീകരതയും മുസ്ലിം വർഗീയതയും പണം വിടർത്തി ആടുകയാണ്. അപ്പൊ ഇവര് സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ച് ഈ ആനുകൂല്യങ്ങളെല്ലാം വാരിക്കൂട്ടി തിന്ന് കൊഴുത്ത് ഇഷ്ടം പോലെ നിർമ്മിച്ച് അതിനെല്ലാം ഭരണഘടനാപരമായ ഉറപ്പ് അവർ വാങ്ങിച്ചു. ഫാമിലി പ്ലാനിങ് ഹിന്ദുവിന് മാത്രം ബാധകമാക്കി ഭരണഘടനാപരമായ സംവിധാനത്തിലൂടെ ഇത് നീതി നിഷേധമായിരുന്നില്ലേ? മതപഠനം ഹിന്ദുവിന് അവഗണിക്കപ്പെടുന്നു, മുസ്ലിമിന് നിയമപരമായി വിധേയമാക്കപ്പെടുന്നു. ഭരണഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളല്ലേ കൊണ്ടുവന്നത്? ഇതെല്ലാം ഈ രാജ്യത്ത് മാറും. ഈ രാജ്യം മുൻപോട്ട് കുതിക്കുകയാണ്. ലോക ശക്തികൾ, വൻകിട ശക്തികൾക്കൊപ്പം എത്തും. ഇത് സഹിക്കാത്ത വിദേശ രാജ്യങ്ങൾ അടക്കമാണ് അവരുടെ കയ്യിലെ ചട്ടുകമായിരുന്നു ഇന്ത്യ മുന്നണി. ഇന്ത്യ മുന്നണി വിദേശ രാജ്യങ്ങളുടെ ഈ ചട്ടുകമായിരുന്നു. അവരായിരുന്നു ഇന്നും ഞാൻ പറഞ്ഞത് ഹവാല ഇവിടെ എത്തിക്കാൻ എന്തെല്ലാം തന്ത്രങ്ങൾ ആലോചിക്കാം. അതൊക്കെ പക്ഷേ മോദി സർക്കാർ ഞാൻ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും നിശ്ചയമായിട്ടും അതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കും. ആകെ ഒരു പ്രാർത്ഥനയുള്ളൂ, അജിത് ഡോവലിനും അമിത്ഷാജിക്കും അതേപോലെ നരേന്ദ്രമോദിജിക്കും അവരുടെ ആ മന്ത്രിസഭയിലെ അംഗങ്ങൾക്കും ദീർഘായുസ്സും ആരോഗ്യവും സർവേശ്വര കൊടുക്കണേ. ഭാരതാംബയെ അവരെ ശക്തിയോടെ നിലനിർത്തണമേ എന്ന് ഭാരതമാതാവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ മണ്ണ് ലോകരാഷ്ട്രങ്ങളുടെ നെറുകയിലെ ഗുരുസ്ഥാനത്തേക്ക് ചേർക്കുന്നതിന് വേണ്ട അനുഗ്രഹം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുവാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. കാരണം അല്ലാതെ ഇവിടുത്തെ ഹിന്ദുവിന് നിലനിൽപ്പുണ്ടാവില്ല. അവനെ ഏത് രീതിയിൽ, അതാണ് ഞാൻ പറഞ്ഞത്, വിഭജന കാലത്ത് 100% മുസ്ലിമുകളും പറഞ്ഞ് ഈ രാജ്യം വെട്ടിമുറിക്കണം, 20% എന്നിട്ട് ഇവിടെ നിന്നു. ആ 20% ഇന്ന് ഭീകരന്മാരെ ക്ഷണിച്ചു വരുത്തുന്നത്. ആ 20% അവരുടെ പിൻതലമുറക്കാരാണ് ഹമാസ് ഭീകരന്മാരെ ഇവിടെ കൊണ്ടുവരുന്നത്. അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് MA ബേബിയെ പോലെയുള്ളവരെ MF ഹുസൈന് അവാർഡ് കൊടുക്കുവാൻ, രാജാ രവിവർമ്മയുടെ പേരിലുള്ള അവാർഡ് കൊടുക്കാനായിട്ട് ഇവിടേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതിനെയൊക്കെ ഇരുട്ടാക്കിയാണ് ഇവിടുത്തെ ഇടതു വലതു മുന്നണികളും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരും ഇവിടെ ദേശീയത അവകാശപ്പെടുന്ന മാന്യന്മാരും എല്ലാം ഇത്തരത്തില് ഒരു വിഭാഗത്തെ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ദേശസ്നേഹികളെ അവരെ അപമാനിക്കുന്ന, അവമതിക്കുന്ന, അവഹേളിക്കുന്നതായ നിലപാടിലൂടെ കൊണ്ടുവരികയും അതിന് സാമൂഹിക സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇക്കൂട്ടരൊക്കെ തന്നെയും ചെയ്യുന്നത്. അതിനു വേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും അവർ ആവിഷ്കരിക്കുന്നുണ്ട്. അതിൽ ഒരു പടി വരെ അവർ വിജയിച്ചു വരുന്നുണ്ട്. പക്ഷെ ഇനിയുള്ള കാലം അതിന് യാതൊരു വിധമായ സാധ്യതകളും കാണില്ല. അവർ തകർന്ന് തരിപ്പണമാവും എന്നതിന് രണ്ടു പക്ഷമില്ല. ആകെക്കൂടി ഹൈന്ദവ ഏകോപനം മാത്രം മതിയാവും. അതിനുവേണ്ടി
ബാബാജി അടക്കമുള്ള ഹൈന്ദവ ആചാര്യന്മാര് നേതൃത്വം കൊടുത്തുകൊണ്ട് ഹിന്ദു സമൂഹത്തിന് ഊർജവും പ്രാണനും ആത്മവിശ്വാസവും ആത്മധൈര്യവും കൊടുത്തുകൊണ്ട് അവർക്ക് മാർഗദർശനം നൽകിക്കൊണ്ട് അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുമ്പോട്ട് കൊണ്ടുപോയാൽ ഈ ഭീകരന്മാരെ ഈ നാട് വിടേണ്ടി വരുന്ന കാലം അതിവിദൂരമല്ല. ഇത് മാത്രമാണ് ഈ അവസരത്തില് എനിക്ക് രേഖപ്പെടുത്താനുള്ളത്. നമസ്കാരം. ഓക്കെ, ചണ്ടാള ബാബാജി, എങ്ങനെയാണ് ഇനി കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ളത്? എന്തെങ്കിലും വിട്ടുപോയ ഭാഗങ്ങളുണ്ടോ? ഇപ്പൊ നമ്മുടെ 3 അതിഥികളായിട്ടുള്ള നിങ്ങൾ 3 പേര് സംസാരിച്ചു. ഇനി എന്തെങ്കിലും വിട്ടുപോയ ഭാഗങ്ങളുണ്ടോ? എങ്ങനെയാണ് ബാക്കി വരുന്നത്? തീർച്ചയായും നമ്മള് ഇപ്പോ ആരിഫ് ജി ആണെങ്കിലും രാജശേഖരൻ ജി ആണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ പറയുകയുണ്ടായി. നമ്മൾ ഈ ഒരു ചർച്ചയിലേക്ക് വിളിച്ചപ്പോൾ തന്നെ പൈജിയോട് പറഞ്ഞു, ഒരുപാട് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ അറിയില്ല ഈ വിഷയത്തിൽ. പ്രത്യേകിച്ച് ഒരു ഹൈന്ദവ സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന്, ആചാര്യപക്ഷത്തു നിന്നിട്ടാണ് നമ്മൾ ഒരു ഹൈന്ദവാചാര്യൻ എന്ന നിലയ്ക്കാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോ അതുകൊണ്ട് തന്നെ രാജശേഖരൻ ജി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു ഹിന്ദു സംഘടനാ നേതാവ് എന്ന നിലയ്ക്ക്, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹം രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും പല കാര്യങ്ങളും പ്രതീക്ഷ അർപ്പിക്കുന്ന രാജ്യത്തെ അല്ല ലോകത്തിലെ തന്നെ ഒരു വലിയ ഒരു പ്രസ്ഥാനമാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. അപ്പൊ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവാണ് നമ്മുടെ രാജശേഖരൻ ജി. അപ്പൊ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എല്ലാം തന്നെ ആ തലത്തിൽ നിന്ന് പറഞ്ഞത് പൂർണ്ണമായും പരിപൂർണമാണ്. അത് ഒരിക്കലും തന്നെ നമുക്കൊന്നും അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ നമ്മൾ ഇരിക്കുന്ന സ്ഥാനം മറ്റൊന്നായതുകൊണ്ടും നമ്മളെപ്പോലുള്ള ആചാര്യന്മാർക്ക് അത്തരം വിഷയങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ട്, രണ്ട് രീതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നത്. പിന്നെ മുസ്ലിം മതസ്ഥരെ എല്ലാവരെയും നമ്മൾ ചേർക്കാത്തതിന്റെ കാര്യം, നമ്മളെ കൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇസ്ലാമിക മതസ്ഥരായിരിക്കുന്ന വ്യക്തികൾ ഉണ്ടാകുന്ന അവരൊക്കെ മതം മാറുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഈ രാഷ്ട്രത്തിന്റെ സ്വത്വത്തെ ഉൾക്കൊണ്ടവരാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത്. ഭീകരർ തന്നെയാണ്, സംശയമൊന്നുമില്ല. ജമാഅത്ത് ഇസ്ലാമിനെ പോലുള്ള ആൾക്കാരെയൊക്കെ ഈ ഹിക്മത്ത് ഇലാഹിയൊക്കെ മനസ്സിലാക്കിയ ആളുകൾക്ക് അറിയാൻ പറ്റും. എന്തിന് നമ്മളുടെ ഇപ്പോ ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു മുഖ്യധാര കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമമുണ്ട്, ദൃശ്യമാധ്യമ ന്യൂസ് ചാനൽ. അവർ ഈയിടെ ഒരു വാർത്ത വലിയ ഗംഭീരമായിട്ട് കൊടുക്കുന്നത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ വേറെ ഒന്നുമല്ല, സുരഭി എന്ന് പറയുന്ന ഹിന്ദു സ്ത്രീ മലദ്വാരത്തിലൂടെ സ്വർണം കടത്തി എന്നുള്ളൊരു വാർത്ത ഗംഭീര ഹൈലൈറ്റ് ചെയ്തിട്ട് ഇവര് കാണിക്കുകയാണ്. അപ്പൊ നമ്മൾ കരുതി, അയ്യപ്പ, ഇത്രയും കാലമായിട്ട് നമ്മുടെ ഈ നാട്ടില് കേരളത്തില് ഒത്തിരി ആളുകൾ സ്വർണം കടത്തി. അപ്പൊ അവൻ ദാരിദ്ര്യം കൊണ്ടായിരിക്കും. നമ്മൾ അവരെ ജാതിയും മതവും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഷോറൂമിനെ കുറിച്ചൊന്നും നമ്മൾ അളക്കുന്നില്ല, അളവ് നോക്കുന്നില്ല. എന്നാൽ അതൊന്നും റിപ്പോർട്ട് ചെയ്യാത്തൊരു ചാനല് ഒരു സുപ്രഭാതത്തിൽ പറയാണ്, ഇതാ സുരഭി എന്ന് പറയുന്ന സ്ത്രീ ഇത് ചെയ്തിരിക്കുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ വാർത്തയുടെ കമന്റുകളൊന്ന് ഓടിച്ചു നോക്കിയിട്ട്, അപ്പൊ അതിലെന്താ വെച്ചാൽ അതോടുകൂടി പറയുന്നത് ആ സംഘികൾക്ക് മിണ്ടാട്ടമില്ല, ഹിന്ദുവിന് മിണ്ടാട്ടമില്ല, ഇത് സുരഭി ആയതുകൊണ്ട് സൂറാബി ആണെങ്കിൽ കാണാമായിരുന്നു. അപ്പൊ നമുക്കൊരു ജിജ്ഞാസ വർദ്ധിച്ചത് സൂറാബിയാണോ സുരഭിയാണോ എന്നുള്ളത്. അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴാണ് സൂറാബി ഖാത്തൂൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ഈ പറയുന്ന ചാനലിനെ കുറിച്ച് മിണ്ടിയിട്ടുമില്ല. അപ്പൊ നമ്മൾ ഏതെങ്കിലും മതസ്ഥര് ചെയ്തു ഒന്നും അതിന്റെ വാദത്തിലല്ല നമ്മൾ വരുന്നത്. പക്ഷെ മറിച്ച് ഹിന്ദുക്കളുടെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടായാൽ ശരി, അതങ്ങോട്ട് ആഘോഷിക്കാം എന്ന് കരുതുന്ന ഒരു പ്രവണത ഇവിടുത്തെ മാധ്യമങ്ങളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഹിന്ദുക്കൾക്ക് നേരെയാണെങ്കിൽ രാജശേഖരൻജി പറഞ്ഞ പോലെ മതം പഠിപ്പിക്കുന്ന വിഷയമാണെങ്കിലും മതപാഠശാലകൾ ഹിന്ദു സമൂഹത്തിൽ വളരെ വിരളമാണ്. സർക്കാരുകളുടെ സഹായങ്ങൾ ഒട്ടും തന്നെ ഇല്ല. ദേവസ്വം ബോർഡുകളുടെ ഫണ്ടുകൾ ഉണ്ടാക്കുമ്പോഴും അവര് ദേവസ്വത്തിക്ക് അല്ലെങ്കിൽ ക്ഷേത്രത്തിന് കൊടുക്കുന്നു പറയുന്നു. ഇതിൽ ഒന്നുറപ്പാണ്, ഒരു മതസ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ. ഒരു തരത്തിലും ഒരു ദേവസ്വം ബോർഡിൽ നിന്നോ ഒരു സർക്കാർ സംവിധാനത്തിൽ നിന്നോ ഒരു രൂപ പോയിട്ട് 5 പൈസ പോലും ഞങ്ങളെപ്പോലുള്ള ആചാര്യന്മാർക്ക് ലഭിക്കുന്നില്ല. വെറുതെ ഇരുന്ന് എന്തെങ്കിലും ആത്മീയത പറഞ്ഞ് അങ്ങനെ പോകല്ല. സർക്കാർ സംവിധാനത്തിൽ കൂടിയായി പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡ് സംവിധാനത്തിൽ ശാന്തിക്കാരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാന്തിക്കാർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനമാണ് ഞങ്ങൾ നടത്തുന്നത്. അതായത് സർക്കാരിന്റെ ഒരു വരുമാനത്തിന്റെ ഭാഗം തന്നെ വകമാറ്റാൻ പലപ്പോഴും ഉപയോഗിക്കുന്നില്ലേ. അപ്പോൾ എന്നാൽ മദ്രസകൾക്ക് കൊടുക്കുന്ന ഒരു തരത്തിലുള്ള മദ്രസകളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നമുക്കറിയില്ല. എന്നാൽ ഇവിടെ നിന്ന് കിട്ടുന്ന വകമാറ്റുമ്പോൾ ഹിന്ദുവിന്റെ
ഒരു തരത്തിലും ആചാര്യന്മാർക്ക് തന്നെ ഒരു സഹായമില്ല. അതുപോലെ തന്നെയാണ് മദ്രസകൾ പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം, പല മദ്രസകളിലും ഇവിടെ തന്നെ ഉണ്ടായ ഒരാളെ, അദ്ദേഹത്തിന്റെ അച്ഛൻ മതം മാറ്റാൻ വേണ്ടിയിട്ട് ഇവര് കൊണ്ടുപോയിട്ട് അകത്തിട്ട് പൂട്ടി, മഞ്ചേരി ഒരു സ്ഥാപനത്തിട്ട് പൂട്ടിയിട്ട് കാണാൻ ചെന്നപ്പോ പറഞ്ഞു അത്രേ, സംസാരിച്ചോളൂ, സംസാരിക്കാം, അച്ഛൻ പോരുകയാണെങ്കിൽ പോകുന്ന, പക്ഷെ നിർബന്ധിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത്. സംസാരിച്ചു കഴിഞ്ഞപ്പോ അച്ഛൻ പറയാത്രേ, ഞാനും വരികയാണെന്ന്. വേറൊന്നുമല്ല, ഇവരുടെ സിസ്റ്റങ്ങളിൽ ആ പാവം മനുഷ്യൻ ഒരു പട്ടികജാതിക്കാരനാ, ആ മനുഷ്യനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കുടുങ്ങിപ്പോയതാ. മക്കളിൽ ചെന്ന് സംസാരിച്ചോട് കൂടി ആൾ കണ്ണുന്നൊക്കെ വെള്ളം പിടിച്ച് എനിക്ക് വരണം എന്ന് പറഞ്ഞു. വരണം എന്ന് പറഞ്ഞപ്പോ അവിടുത്തെ ആ അധ്യാപകര്, ആ മുസ്ലിം അധ്യാപകര് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയപ്പോ ഈ ചെന്ന ആളുകൾ പറഞ്ഞു, നിങ്ങളൊരു വാക്ക് പറഞ്ഞിരുന്നു, അച്ഛൻ ഇഷ്ടപ്രകാരം പോവുകയാണെങ്കിൽ പോന്നോട്ടെ, എന്താ പോരുന്നു എന്നുള്ളത്. അതായത് അങ്ങോട്ട് പോകുമ്പോൾ എന്തോ പ്രതീക്ഷയിൽ പോയി കുടുങ്ങിക്കിടക്കുന്ന, പക്ഷെ എന്നാൽ അവിടെ നടക്കുന്ന മതപഠനവും മറ്റുള്ളതും എന്താണ് എന്ന് നമ്മൾ പല വാർത്തകൾ ഈ ഓൺലൈൻ ചാനലിലൂടെ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്ന കാര്യത്തിൽ, മദ്രസ വിദ്യാഭ്യാസത്തിന്റെ കാര്യമായിട്ട് എല്ലായിടത്തും പഠിപ്പിക്കുന്നുണ്ടോ നമുക്കറിയില്ല, നമ്മൾ മദ്രസ പഠിച്ചിട്ടില്ല. പക്ഷെ നമ്മള് ആ ഒരു കൊറോണ സമയത്ത് നമ്മൾ കണ്ടതാണ് ചില വാർത്തകൾ, ചില ആളുകൾ വാർത്തയിലെ ക്ലാസ് എടുക്കുന്നത്, ആ പറയുന്ന കാര്യങ്ങളൊക്കെ എത്ര ഭീകരായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഭീകരവാദ പ്രവർത്തനത്തിലേക്കും ഈ പുതിയ സമൂഹത്തെ നയിക്കുമ്പോ അതിനെതിരെ അന്വേഷണമില്ല. അവിടെ നമ്മൾ പറഞ്ഞ നമ്മുടെ ആശ്രമത്തിലോ വിദ്യാപീഠത്തിലോ ഒക്കെ അന്വേഷണം നിരന്തരം, നമ്മളെയൊക്കെ വന്ന് നിരന്തരം അന്വേഷണമാണ്. എന്താ ഇവിടെ നടക്കുന്നത്, ഇവിടെ എന്ത് നടക്കാന്, പറ്റുവിറ്റിയെ കണ്ടിട്ടില്ല, ഇവിടെ എന്ത് നടക്കാന്. അപ്പോ നമുക്ക് നേരെ എപ്പോഴും തുറന്നിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണുകളുണ്ട്. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞു വന്നത്, ഇവിടെ നമ്മളെ ഒറ്റ ചേർന്ന് ഹൈന്ദവനെ ആക്രമിക്കാൻ നിൽക്കുകയും ആ ഹൈന്ദവൻ പ്രതികരിക്കുമ്പോൾ എന്ത് ചെയ്യാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ആരിഫ്ജി പറഞ്ഞ പോലെ വലതുപക്ഷം അങ്ങനെ പറഞ്ഞു, അത് സംഖ്യയാണ്, ചാണകമാണ് എന്നൊക്കെ പറയാണ്. ഇപ്പൊ തന്നെ മണിപ്പൂർ വിഷയം ഉണ്ടായ സമയത്ത് ഇതുവരെ ഇവര് പറഞ്ഞു പ്രധാനമന്ത്രി കൊണ്ടുവന്നില്ല, മറ്റുള്ളവർ കൊണ്ടില്ല എന്നൊക്കെ പറയാൻ ആളുണ്ട്. ക്രൈസ്തവ സഭ തന്നെ പറഞ്ഞിരിക്കുന്നത്, ഹേ അത് രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള നീതികളും കുക്കികളും തമ്മിലുള്ള ഗോത്ര കലാപമാണ് എന്നുള്ളത്. പക്ഷെ എന്താ എഴുതി തീർക്കാൻ ശ്രമിച്ചേ, ഹിന്ദുത്വവാദികൾ ഇതാ ആദിവാസികളെ ആക്രമിക്കുന്ന ആദിവാസികൾ ഹിന്ദുത്വവാദികളുമാണ്, അതിന്റെ ഒപ്പം ഒരു ക്രൈസ്തവനെ ഉപദ്രവിക്കുന്ന രീതിയിലല്ലേ പറഞ്ഞ്. എന്നും ഹൈന്ദവനെ വിഘടിപ്പിക്കുക. ഇവിടെയാണ് രാജശേഖരൻജി പറഞ്ഞ പോലെ തൃശ്ശൂരിൽ നടന്ന സന്യാസി സംഗമം, വിവിധങ്ങളായിരിക്കുന്ന സമ്പ്രദായങ്ങളിലെ വിവിധങ്ങളായിരിക്കുന്ന ആചാര്യന്മാർ, ഞങ്ങളെല്ലാവരും ഹിന്ദുക്കളായിട്ടാണ് പങ്കെടുത്ത്, ഹൈന്ദവ സമ്പ്രദായമായിട്ടാണ് പങ്കെടുത്ത്. അവിടെ ആരോടും ജാതി ചോദിച്ചില്ല. ഈ സംഘസ്ഥാനിൽ പോയിട്ട് മറ്റേ അംബേദ്കർ പറഞ്ഞു, ഇവിടെ ആരും ചോദിക്കുന്ന കണ്ടില്ല, അവിടെ ആരും ജാതിയൊന്നും ചോദിച്ചില്ല, സമ്പ്രദായങ്ങളൊക്കെ ഇരിക്കുന്ന ഞങ്ങളെടുത്തൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം മുഴുവൻ ഹൈന്ദവരും പറയണം. അത് തന്നെയാണ് രാജശേഖരൻജി പറഞ്ഞു. ഇംഗ്ലീഷിലായി എല്ലാം മനസ്സിലാകാത്ത സാധുക്കൾ ഉണ്ടാവുമല്ലോ. അതായത് ഇത്രയും കാലം ഹിന്ദുക്കൾ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ പല ആശയക്കുഴപ്പം, പല വിഷമങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇനി ചോദ്യത്തിന് ഉത്തരം കൊടുക്കുകയല്ല, ചോദിക്കുന്നവരായിട്ടുമാണ് ഹിന്ദുക്കൾ. ഓരോ ഹിന്ദുവും ചോദ്യം ചോദിക്കണം. ഇവിടെ ആരോടായാലും, അത് ബി ജെ പിക്കാരും ചോദിക്കാം. നമുക്കറിയില്ല ബി ജെ പിക്കാർ ഇപ്പൊ ഈ വിഷയം കേരളത്തിലെ ബി ജെ പിക്കാർ എത്ര ആൾക്കാർ ഇപ്പൊ ഈ റിയാസിലുണ്ടായിട്ടുള്ള വിഷയം കണ്ടിരിക്കുന്നോ, അതിനെ സംസാരിക്കുന്ന ഭയം ഉണ്ടാകാൻ പാടില്ലല്ലോ. നരേന്ദ്രമോദിയുടെ ആളുകളാണെങ്കിൽ ഭയം ഉണ്ടാകാൻ പാടില്ല, അമിത്ഷായുടെ ആളുകളാണെങ്കിൽ ഭയം ഉണ്ടാകാൻ പാടില്ല. രാഷ്ട്രത്തിന് നേരെ ഉണ്ടാകുമ്പോ അവിടെയാണ് രാജശേഖരൻജി പറയുന്ന പോലെ വാദമുഖങ്ങൾ നമുക്കും വരിക. എന്തിനാ മുട്ടടിക്കുന്നേ? പറയേണ്ടത് ഭീകരന്മാർക്ക് മുട്ടടിക്കേണ്ട ആവശ്യമില്ല. അവിടെ ദേശീയ ആൾക്കാരൊക്കെ അവരെ കൂടെയൊക്കെ ഉണ്ടായിരിക്കും, അതൊന്നും നോക്കണ്ട. പറയുമ്പോ പണം, പക്ഷെ ആ പറയുന്നിടത്തുണ്ടോ നമുക്കറിയില്ല. അതുപോലും ചോദിക്കാൻ ഹിന്ദു തയ്യാറാകണം എന്നാണ് മോഹൻ ഭഗവത്ജി ഇപ്പൊ നമുക്ക് കാണിച്ചത്. കാരണം ആർക്ക് വീഴ്ച വന്നാലും വീഴ്ച എന്ന് വേണം ഹിന്ദു ഭാവമായിരിക്കണം ഹിന്ദുക്കൾക്ക്, ഹിന്ദു ആചാര്യന്മാർക്ക്, ഹിന്ദു ലീഡർമാർക്ക്. നമ്മൾ ചോദ്യം ചോദിക്കണം. ആ ചോദ്യമാണ് ഇനി ജാതി പറഞ്ഞ് ഭിന്നിപ്പിക്കണ്ട, ഹിന്ദുവിനെ ജാതി പറഞ്ഞ് ഭിന്നിപ്പിക്കണ്ട. ഹിന്ദുവിനെ ഭിന്നിപ്പിച്ചുകൊണ്ട് അവന്റെ ഉള്ളിലേക്ക് അവന്റെ വിഘടനം സൃഷ്ടിച്ച് ഇവരെന്ത് ചെയ്യാണ്, ഇവരുടേതായ സാമ്രാജ്യം കെട്ടിപ്പടുക്കുക, ഭീകരന്മാരുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ തന്നെ അവർ ശ്രമിക്കുന്നത്. അതിനെതിരെ ഹിന്ദു തിരിയരുത്. അവിടെ ഹിന്ദുവിന് ജാതിയുണ്ട്, മിണ്ടിക്കഴിഞ്ഞ സംഖ്യയാണ്, അവൻ മറ്റതാണ്, ചാണകമാണ് എന്നൊക്കെ പറയാണ്. നമ്മൾ ഈ പറയുന്ന മലപ്പുറം ജില്ലയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഇലക്ഷന് മുന്നോടിയായിട്ട് കൊണ്ടോട്ടിയിൽ എത്തിയപ്പോ അവിടെ മത്സരിച്ചത് ആരൊക്കെ നിങ്ങൾക്കറിയാം. അവിടെ ന്യൂനപക്ഷത്തിന്റെ ഒരു നേതാവ് മത്സരിക്കുമ്പോ, കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പേര് നമ്മളെ വായിൽ വരുന്നില്ല, അപ്പൊ എന്തായാലും ശരി, അദ്ദേഹം മത്സരിക്കുമ്പോ ആ പോസ്റ്ററിൽ എഴുതിയിരിക്കുകയാണ്, വലുതായിട്ട് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ, ന്യൂനപക്ഷത്തിന്റെ ശബ്ദമാകാൻ ആ നേതാവ് അങ്ങ് പാർലമെന്റിലേക്കോ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇവിടെ സുരേഷ് ഗോപിയുടെ പേര് അങ്ങനെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടാവില്ല, ശോഭാ സുരേന്ദ്രന് വന്നിട്ടുണ്ടാവില്ല, ആർക്കും അത് എഴുതിയിട്ടില്ല. എഴുതിയിച്ച എന്താ അവസ്ഥ? ഇവിടെ ഭൂരിപക്ഷത്തിന്റെ ശബ്ദമാകാൻ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഒരു ഹിന്ദുവിന് പോസ്റ്റർ ഒട്ടിക്കാൻ കഴിയില്ല, ഒരു മത്സരിക്കാൻ കഴിയില്ല. മത്സരിച്ചാൽ ഈ മതേതരത്വം പറയുന്നവരെ കഴിഞ്ഞ് നേരെ, കാരണം ന്യൂനപക്ഷത്തിന്റെ ശബ്ദമാകാം. മലപ്പുറത്ത് ന്യൂനപക്ഷത്തിന്റെ ശബ്ദം ആയിക്കോട്ടെ, വിരോധമില്ല. ഭൂരിപക്ഷം മലപ്പുറത്ത് ഉള്ള പാവം ഹിന്ദുക്കളുടെ കാര്യം ആര് പറയും?
ന്യൂനപക്ഷത്തിന്റെ ശബ്ദമാകാൻ പോകുന്നവർ മലപ്പുറത്തുണ്ട്, സംശയമില്ല, ചെയ്യണം, അവരുടെ ആളുകൾക്ക് വേണ്ടി അവർ സംസാരിക്കണം. പക്ഷെ ഇന്ത്യയിലെ ഭൂരിപക്ഷം മലപ്പുറത്ത് ന്യൂനപക്ഷമായിരിക്കുന്ന എന്റെ ജനതയുടെ കാര്യം പറയാൻ ആരുണ്ട് മലപ്പുറത്ത്? മലപ്പുറത്തെ ഹിന്ദുക്കൾ ചിന്തിക്കട്ടെ. അല്ല ഇവരെന്നെ പറഞ്ഞോളെന്ന് പറഞ്ഞ പോസ്റ്റർ എന്തിനാ വെച്ചേ? എല്ലാവർക്കും വേണ്ടിയിട്ട് എന്തിനാ വെച്ച്? ഇത് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഹിന്ദു തയ്യാറാകണം. അത് തന്നെയാണ് മണിപ്പൂരിലായാലും ശരി. മണിപ്പൂരിലെ കലാപവും ഒരു വർഗീയമായി ചിത്രീകരിക്കുമ്പോഴാണ് മോഹൻ ബാബുജി ഇപ്പൊ അടുത്ത് പറഞ്ഞത് ഇവിടെ ജാതിയില്ല, ജാതി ഭേദമില്ല എന്ന് പറയുന്നത്. എന്തിനാ മോഹൻ ബാബുജിയുടെ പേര് എടുത്തിലേക്ക് പറഞ്ഞാലേ ഇവിടെ ഒരു പ്രചരണമാണ്. RSS ആണ് ജാതി സ്പർദ്ധ ഉണ്ടാക്കുന്നതെന്ന്. RSS അല്ല സത്യത്തിൽ ജാതി സ്പർദ്ധ ഉണ്ടാക്കുന്നത്. ഈ ജാതി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് ആരാന്നുള്ളത് ഏതൊരാൾക്കും സാമാന്യനെ മനസ്സിലാവും. ജാതി മതവും പറഞ്ഞ് രാഷ്ട്രത്തെ കലുഷിതമാക്കാൻ ശ്രമിക്കുന്നത് ഈ വിപ്ലവം പറഞ്ഞു നടക്കുന്നവർ തന്നെയാണ്. അവരാണ് ഈ ജാതിയുടെ ഈ വിഷയങ്ങൾ പറഞ്ഞ് ഹൈന്ദവരെ നിത്യേന വിഘടിപ്പിക്കുന്നത്. അവരെന്താ വെച്ചാൽ അവർ ഈ ഇത്തരത്തിൽ ഹൈന്ദവരുടെ ഇടയിൽ വിഘടനം ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ ഒരു കാര്യം അവർ സംസാരിക്കില്ല. ഇതുപോലെ തന്നെ ഒരു കാര്യം പറയാം. ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഇതിന്റെ കമന്റ് കാണുകയുണ്ടായി കാശ്മീരി പണ്ഡിറ്റുകളെ കുറിച്ചിട്ട്. എന്നെങ്കിലും ഒരു സമയത്ത് ഇനി ഉണ്ടെങ്കിൽ ആർക്കും ചണ്ടാള ബാബയുടെ ആശ്രമത്തിക്ക് എത്തിച്ചേരാം. ഈ പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന വലതുപക്ഷ ഇവർ പറയുന്ന കോൺഗ്രസോ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധതയുണ്ടെന്ന് പറയുന്ന ഇവിടുത്തെ ഈ എന്തിനും ഏതിനും കയറി അഭിപ്രായം പറയുന്ന ആളുകളോ നായകന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവരെന്നെങ്കിലും ഈ കാശ്മീരി പണ്ഡിറ്റുകൾ അനുഭവിച്ച പീഡകളെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞതിന്റെ എന്തെങ്കിലും ഒരു വിഷ്വലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കാണിച്ച് നമ്മൾ ഇല്ല, പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞാൽ ഒരു മുസ്ലിം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു കാശ്മീരി പണ്ഡിറ്റ് അവൻ അനുഭവിച്ച വേദനകളുടെ ചിത്രീകരണം ഈ കേരളത്തിലൊന്ന് കാണിക്കാൻ വേണ്ടി ഇന്നപ്പോ കാശ്മീരി ഫയല് കാണിക്കാൻ പാടില്ല, അത് വിഘടനം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ സത്യത്തെ ചിത്രീകരിച്ച് കാണിക്കുന്ന ഹിന്ദു വിഘടനവാദിയും എന്നാൽ ആ സത്യം അനുഭവിച്ച ആളുകളുടെ വേദന പറയാതിരിക്കുന്ന മതേതരത്വവും അത് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞ് നമ്മുടെ ഈ നാട്ടില. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഓരോ ഹിന്ദുവും പറയും. ഇവിടെ രാഷ്ട്രീയമല്ല നമ്മുടെ ഹിന്ദുവിന്റെ വിഷയം, നമ്മുടെ രാഷ്ട്രീയമല്ല, നമ്മുടെ രാഷ്ട്രമാണ് നമുക്ക് മുഖ്യം. നമ്മൾ രാഷ്ട്രം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കൃതിയാണ്. ആ സംസ്കൃതി നേരെ കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ അവിടെ മതം നമ്മുടെ ഇടയിൽ നിന്നൊരാളാണെങ്കിൽ പോലും ഈ രാഷ്ട്രത്തെ, ഈ സംസ്കാരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ നമ്മെ സംബന്ധിച്ചത് നമ്മുടെ ശത്രു തന്നെയാണ്. എന്താണ്? നമ്മുടെ സംസ്കൃതി നമ്മുടെ രാഷ്ട്രത്തിന്റെ ആത്മാവാണ്. അപ്പൊ ആ വിഷയത്തിലാണ് നമ്മളിത് പറയുന്നത്. കൂടാതെ ഇതിന്റെ ഇടയ്ക്ക് സർക്കാരിന്റെ ഒരു ഓർഡർ വന്ന് പത്രത്തിൽ നമ്മൾ വാർത്ത വായിക്കേണ്ട. അതായത് ഈ ഭൂമി കയ്യേറിക്കൊണ്ടുള്ള ആരാധനാലയങ്ങൾ സർക്കാർ തിരിച്ചു പിടിക്കണമെന്ന് ഹൈക്കോടതിയുടെ എന്താ പറയാ ഇത് നിർദ്ദേശം പോയിരിക്കുക സർക്കാരിന്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കളക്ടറെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഏത് ഹിന്ദുവിന്റെ അമ്പലമാണ് ഈ പുറമ്പോക്കിൽ കിടക്കുന്നത്? എന്നാൽ എണ്ണിയലോട് ഇങ്ങനത്തെ കുരിശുകൾ നമ്മൾ കാണിച്ചു തരാം. പാഞ്ചാലി മേട്ടിൽ പോയിട്ട് കുരിശിന്റെ അടിയിൽ കല്ലും വെച്ച് പൂജ നടത്തിയുള്ള ചണ്ടളപ്പം. ഇപ്പൊ അതിന്റെ പേരിൽ എന്തൊരു വിഷയത്തിന്റെ പേരിൽ നമ്മുടെ ഒരു ഹിന്ദു സാമാജികനായിരിക്കുന്ന ഈ പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന ആൾക്കെതിരെ എന്തൊരു കേസുള്ളതായിട്ട് നമ്മളൊരു വാർത്ത കാണേണ്ട. ഇവിടെ ഒരു ആശ്രമ ബന്ധു അയച്ചെന്നാണ് വാട്സപ്പിൽ. അതായത് ഇത്തരം കാര്യങ്ങൾ പറയുന്ന ഹിന്ദുവിന് നേരെ നിരന്തരം, അതുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങളെ മാത്രമല്ല നമുക്കിങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെയൊക്കെ പറയേണ്ടതായിട്ട് വരും. നമുക്കങ്ങനെ ചേർത്ത് നിർത്താൻ പറ്റിയ മറ്റു അവസരമൊന്നുമില്ല. കാരണം എന്താ പറയാൻ കാരണം വെച്ചാല് മറ്റു ഹിന്ദു സമൂഹത്തിലെ ഒരു എന്താ പറയുക, നമ്മൾ പട്ടികജാതി മറ്റൊരു വിഭാഗങ്ങൾക്ക് അപ്പുറം മറ്റു മതസ്ഥരെ മതം മാറ്റുന്ന ഇസ്ലാമിക മതക്കാരെ പോലെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിലെ പട്ടികജാതി പട്ടികക്കാരെ മതം മാറ്റിക്കൊണ്ടുപോയിരിക്കുന്നത് ക്രൈസ്തവര. എങ്ങനെ അവരെ മഹത്വവൽക്കരിക്കാൻ പറ്റും? ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവശ ക്രിസ്ത്യാനികളാ. അപ്പൊ അതുകൊണ്ട് ഭേദം പറയുകയാണെങ്കിൽ ഒരു ഭേദവുമില്ല, രണ്ടു കൂട്ടർ ഒരുപോലെ. ഇപ്പൊ ആവശ്യത്തിന് വേണ്ടി ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളാന്ന് പറയുമ്പോൾ മന്ത്രിസ്ഥാനം കൊടുക്കുകയും ചേർത്തിടത്തും ചെയ്ത് അവർ വലിയ കേമന എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെ നെയ്തികളെയും കുക്കികളെയും എന്താ ഒരു മതം? എന്തുകൊണ്ടാ ഒരു കലഹം? മതം മാറ്റമാണ്. ആരാ ചെയ്ത? ക്രൈസ്തവരാ. അപ്പോ ഈ ഒരു കാഴ്ചപ്പാടിൽ ഇവർക്കൊക്കെ ഇവരുടെ മതം തന്നെയുള്ളൂ. എന്നാൽ നമ്മുടെ ആളുകൾക്കോ നമുക്ക് മതമൊന്നുമില്ല, നമുക്ക് നേതാവും പാർട്ടിയും മാത്രമാണ് നമുക്കുള്ളത്. നമുക്ക് മതമില്ല, നമുക്ക് മതം ഉണ്ടാകണം. നമുക്ക് മതമുണ്ടാകും. നമ്മുടെ പൂർവിക പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അവിടെയാണ് നമ്മളുടെ ആരാധനാലയങ്ങളൊക്കെ തിരിച്ചു പിടിക്കുന്നു പറയുമ്പോ നമുക്കൊന്ന് കാണാം. ഇപ്പൊ വരുന്ന സർക്കാരോ അല്ലെങ്കിൽ അടുത്ത വരുന്ന സർക്കാരോ ഒക്കെ വരുന്ന സമയത്ത് ഇവിടെ എത്ര ആരാധനാലയം പിടിക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യം പാഞ്ചാലിമേട് പോലെയുള്ള എല്ലാ മലമ്പ്രദേശങ്ങളിലും വെച്ചിരിക്കുന്ന കുരിശാണ് ആദ്യം പോവുക. പിന്നെ പള്ളികളും അതുപോലത്തുള്ള സ്ഥലങ്ങളിൽ പല പള്ളികൾക്കും
ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ ഭൂമി മലബാർ പ്രദേശങ്ങളിൽ എത്രയാണ് കയ്യേറിയിരിക്കുന്നത്? ഇതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അവിടെ എത്തുമ്പോൾ പണ്ടുണ്ടായി സന്യാസിമാരെ എന്താ പറയുക ഉടുതുണി അടിക്കാനും മൊട്ടയടിക്കാനും പോയ ഡിവൈഎഫ്ഐക്കാര്. ഒരു പാവം കണ്ണൂരുകാരെ വിനോദം കണ്ട സ്വാമിയുണ്ട്, ഇപ്പൊ അടുത്ത നമ്മൾ അദ്ദേഹത്തെ കണ്ടേ. അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ്, ഒരു ഗുഹയിൽ കഴിഞ്ഞ മനുഷ്യനാണ്. ആ ഒരു രാഷ്ട്രീയത്തിന്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി പൂർവികമായിട്ട് പണ്ടുള്ളവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെയാണ് അവരെ പാരമ്പര്യത്തിൽ നിന്നാ പറഞ്ഞ്. എന്തായാലും ഇയാൾ കാവ്യ കൊടുത്തത് അവർക്ക് പറ്റിയില്ല, അല്ലെങ്കിൽ 10 കുട്ടികൾ മാന്യമായിട്ട് ധാർമ്മികമായി സഞ്ചരിക്കുന്നവർക്ക് പറ്റിയില്ല. അവിടേക്ക് പോയിക്കൊണ്ട് ആ പാവൻ സാധുവിന്റെ പുസ്തകങ്ങൾ കത്തിച്ച് മൊട്ടയടിച്ച് ആക്ഷേപിച്ച ആളുകൾ ഇവിടുത്തെ ഒരു മുസ്ലിം നേതാവിന്റെ അല്ലെങ്കിൽ ഒരു മത നേതൃത്വത്തിന്റെ വീട്ടിലേക്ക് പോയ സമയത്ത് വെള്ളം ഊതി കൊടുക്കുന്നിടത്ത് പോയപ്പോ അതിന്റെ ഗേറ്റിന്റെ അവിടെ വരെ കാലടിച്ച് മുട്ടടിച്ച് ഇവർക്ക്. ഇവിടെ നമ്മൾ താമസിക്കുന്ന തൊട്ടടുത്ത് ശ്രീകൃഷ്ണപുരത്ത് ഒരു സ്വാമിയുണ്ട്. ആ സ്വാമിയുടെ ആശ്രമത്തിലേക്ക് ഒരു വലിഞ്ഞു കയറിപ്പോയി. എന്തേ ഇവർക്ക് മറ്റിടത്തേക്ക് പോകാൻ കഴിയാത്തത്? ഇവിടെ ഈ പറഞ്ഞ ഇലന്തൂരിലെ കൊലപാതകം നടന്ന സമയത്ത് എത്രയോ ഈ പറഞ്ഞ ചെറിയ കുടുംബക്ഷേത്രങ്ങളും അതുപോലെ തന്നെ പൂജാരിനിമാരും കോമരങ്ങളെയും ഇവർ ആക്രമിച്ചു. എന്തേ ഇവർക്കൊരു മൊല്ലാക്കിയെ കിടന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല? ഇപ്പടുത്ത് ഇവിടെ ആശ്രമത്തിൽ വിളിച്ചു പറഞ്ഞത് ഒരാൾ വിഷമം പറയാ, ഒരു പെൺകുട്ടി, ഒരു ഹിന്ദു പെൺകുട്ടിയെ പൂജ ചെയ്യാ എന്ന് വേണ്ട ഒരു ഉസ്താദ് ആ പെൺകുട്ടിയെ നശിപ്പിച്ചു എന്ന് കരഞ്ഞുകൊണ്ടാ പറയുന്നേ. ആ കുട്ടിയുടെ ഭാവി എഴുതിയിട്ടാ സ്റ്റേഷനിൽ പോവാത്തെ. ഇവര് പോവോ? ഇവര് പോകും. ഏതെങ്കിലും ഒരു പെൺകുട്ടി അബദ്ധം കൊണ്ട് ഏതെങ്കിലും ഒരു സന്യാസിയുടെ ലിംഗം ഛേദിച്ച ഹിന്ദുവിനെ ആക്ഷേപിക്കാൻ കിട്ടിയ അവസരം ഇവര് മുതലെടുക്കും, ഇവര് പോകും. നമ്മൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങോട്ട് കയറി പോകും. അപ്പൊ സമയവും പ്രശ്നമൊക്കെ ഉണ്ട്. അതുകൊണ്ടാ ഹിന്ദു ഇനിയെങ്കിലും ചോദ്യത്തിന് ഉത്തരം കൊടുക്കുകയല്ല, ഹിന്ദു ചോദിക്കാൻ തയ്യാറാകണം. ആ ചോദിക്കാൻ തയ്യാറാകുമ്പോൾ ഹിന്ദുവിന്റെ വായടപ്പിക്കാൻ വേണ്ടി സംഘി എന്നോ ചാണകമെന്നോ ഒക്കെ പറഞ്ഞു വരികയാണെങ്കിൽ അതും എന്നും പതറാൻ നിൽക്കേണ്ട. നമ്മുടെ വായടപ്പിക്കാൻ നമ്മളാരാ നമുക്കറിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഹിന്ദുവിനെ കുത്തി നോവിക്കാനും ഹിന്ദു രാഷ്ട്രത്തെ നോവിക്കാനും ഭീകരന്മാർ 80 പേരിറങ്ങിയാൽ 4-5 എണ്ണയപ്പിന് കായാൻ പോകുന്നുള്ളൂ. മറ്റുള്ളവരൊക്കെ എവിടെയാ? ഇവരൊക്കെ വന്നവർക്ക് ആരാ പാർപ്പിടം ഒരുക്കുന്നേ? അതൊക്കെ ചിന്തിക്കണം. ആശ്രമങ്ങളിൽ അന്വേഷിക്കും, മറ്റൊടത്ത് അന്വേഷിക്കില്ല. അവിടെയൊക്കെ പോയിരിക്കില്ലേ? ഇപ്പൊ ശബരിമലയിലും അല്ലെങ്കിൽ പഴനിയിലും തിരുപ്പതിയെ വെച്ച് നോക്കുമ്പോൾ വരുമാനം ഏകദേശം ഒപ്പം നിൽക്കുന്ന ഈ വൈഷ്ണവി ക്ഷേത്രമൊക്കെ. വിളിച്ചാൽ വിളിപ്പുറത്താ, വിളിക്കുമ്പോഴേ ചെല്ലാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു സാധാരണ ഭക്തന്റെ ഭയം എന്താ? സാധാരണ ഭക്തൻ നമ്മളിപ്പോ രാജശേഖരൻജിയെ പോലെ ഒന്നും അല്ലല്ലോ എല്ലാവരും, അല്ലേ? ബൈജിയെ പോലെ ആയിരിക്കില്ല. അത്ര 10 കേസ് വന്നാലും പക്ഷല്ലാത്ത പോലല്ലേ ഇത് വെടിപൊട്ടുമ്പോ പേടിച്ചിട്ടുണ്ടാവും. ഈ ഭയപ്പെടുത്തുകയാണ്. എന്താണ്? ഹൈന്ദവ ആരാധനാ കേന്ദ്രങ്ങളിലേക്ക് പോകരുത്, നരേന്ദ്രമോദി ഭരിക്കും കാലം ഹിന്ദുവിന് സമാധാനം തരില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഓർമ്മപ്പെടുത്തലിൽ ഹിന്ദു ഭയക്കില്ല എന്ന് ഓരോ ഹിന്ദുവും പറയും. അതുകൊണ്ട് ശബരിമല പോകുമ്പോഴും ഈ പറഞ്ഞ പോലെ അയ്യപ്പന്മാരെ അവരെ ആക്രമിക്കുന്ന സമയത്ത് തിരിച്ചൊരു കല്ലെറിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഭീകരന്മാര് ഇവിടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരാ. നമ്മുടെ അയ്യപ്പന്മാർക്ക് നേരെ ആക്രമണം ഉണ്ടാവില്ലേ? ഇതിനൊക്കെ കരുതൽ വേണം. ആര് കരുതും? ഇവിടുത്തെ സർക്കാർ സംവിധാനം ഇല്ല. നമ്മുടെ ഹൈന്ദവര് വേണം ഉണർന്നുണർന്ന് പ്രവർത്തിക്കാൻ. ഒന്നുറപ്പാണ്, ഇവിടെ ഹിന്ദുവാണെന്ന ബോധത്തോടെ രാഷ്ട്രത്തിന് നമസ്തേ സദാവത്സലേ പുണ്യഭൂമേ ത്വയാ ഹിന്ദു ഭൂമേ എന്ന് പ്രാർത്ഥിച്ച കുഞ്ഞുമക്കൾ ഉണ്ടെങ്കിൽ ഒരു പോലീസുകാരനും ഒരു സർക്കാർ സംവിധാനങ്ങളും ഒന്നും ചെയ്തില്ലെങ്കിലും ഓരോ ഹിന്ദുവിനും അല്ലെങ്കിൽ ഓരോ രാഷ്ട്ര സ്നേഹിക്കും സമാധാനമായിട്ട് കടന്നുറങ്ങുന്ന എന്താണ് രാജ്യം കാക്കുന്ന പട്ടാളക്കാരും അതുപോലെ തന്നെ നിൽക്കുന്ന സ്വയം സേവനുള്ളിടത്തോളം കാലം നമ്മൾ ഭയക്കണ്ട. അവർക്കൊപ്പം അണിനിരന്നു കൊണ്ട് പോകുമ്പോൾ ആരെന്തു പറഞ്ഞാലും നമ്മൾ തളരാതിരിക്കുക. അതുകൊണ്ട് ഈ വാർത്ത ആരും പറഞ്ഞില്ലെങ്കിലും നമ്മളുടെ ഹിന്ദു മക്കൾ, രാഷ്ട്രത്തിന്റെ പൊന്നു മക്കൾക്കും ധീര ജവാന്മാർക്കും വേണ്ടി ആരും ആദരാഞ്ജലികൾ അർപ്പിച്ചില്ലെങ്കിലും നമ്മൾ ഓരോരുത്തരും കൂടെ നിൽക്കുന്ന രാജശേഖരൻജി പറഞ്ഞ ആ ഒരു എന്തൊരു ചടങ്ങ് നടക്കുന്നതായിട്ട് അറിയാൻ പറ്റി. നമുക്ക് നേരിട്ട് എത്തിയില്ലെങ്കിലും നമ്മളൊക്കെ പൂർണ്ണമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. പൂർണ്ണമായി ഹിന്ദുവിന് നേരെയുള്ള ആക്രമണങ്ങൾക്കൊപ്പമുണ്ടായി രാഷ്ട്രത്തിനൊപ്പമുള്ള ആക്രമണങ്ങൾക്ക് എതിരെ നമ്മൾ എപ്പോഴും നമ്മളുടെയൊക്കെ നിലപാടുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും ഹൈന്ദവരോട് വീണ്ടും അപേക്ഷയാണ്, നമ്മൾ കേൾവിക്കാരാവരുത്. മുസ്ലിം സമൂഹത്തെ കണ്ടുപഠിക്കുക. ആ വിഷയത്തിൽ അവർക്ക് മതവിഷയം വരുമ്പോൾ ഒരു ഒറ്റക്കെട്ടാണ്. അതുപോലെ മതവിഷയം വരുമ്പോൾ ജാതി പറഞ്ഞ് ഭിന്നിക്കാതെ, സമ്പ്രദായം പറഞ്ഞ് ഭിന്നിക്കാതെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക. നമുക്കിടയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റുന്നതൊക്കെ ചർച്ച ചെയ്യുന്നതും പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ പരിഹരിച്ചു പോകുന്നതിന്റെ മാറ്റമാണ് സമാജത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമാകുക തന്നെ ചെയ്യും. അതിന്റെ ഉറപ്പ് നമുക്കൊക്കെ ഉണ്ട്. ആ ഒരു ഉറപ്പ് നിങ്ങൾക്കും ഉണ്ടാകണം. അതുകൊണ്ട് ഈ ഒരു സമയത്ത് വീണ്ടും തുടങ്ങിയ പോലെ തന്നെ ഇപ്പോഴും നമ്മൾ പറയാണ് വീരമൃത്യു വരിച്ച ജവാനും അതുപോലെ തന്നെ അവിടെ മരിച്ചു വീണ കുരുന്നിനും മറ്റുള്ളവർക്കും എല്ലാവർക്കും സർക്കാർ എന്ത് സഹായം ചെയ്താലും ശരി
അത് നമ്മുടെ ഹൈന്ദവ മക്കൾക്കേറ്റ വലിയൊരു എല്ലാവർക്കും ഉണ്ടായ വേദനയാണ്. കുടുംബത്തിലുണ്ടായ വേദനകളിൽ നമ്മൾ പങ്കുചേരുന്നു. ആര് മരിച്ചാൽ, ഏത് മതത്തിന് മരിച്ചാലും മരിക്കുന്നത് മനുഷ്യരാകുന്നത് കൊണ്ട് തന്നെ ഭീകരവാദം ഈ ലോകത്തുനിന്ന് മുച്ചോടെ നശിക്കണമെങ്കിൽ തീവ്ര കാഴ്ചപ്പാടും ദർശനങ്ങളും ആര് പിൻപറ്റുന്നു അവര് സ്വയം തിരുത്തുക വേണം. തിരുത്തിയില്ലെങ്കിലോ, ചട്ടങ്ങൾ മാറിയില്ലെങ്കിൽ മാറ്റാൻ നാം തയ്യാറാകണം. അതിന് ഹിന്ദു തന്നെയാണ് അവൻ മുന്നിട്ടിറങ്ങേണ്ടത്. ആ ഒരു ഹിന്ദുക്കളിൽ ഈ ഒരു ഹിന്ദു ഉണ്ടായിരിക്കും. എന്തായാലും ബൈജുജിന്റെ ഈ ഒരു ചർച്ചയിൽ ഹിന്ദു പക്ഷത്തു നിന്ന് ആചാര്യ പക്ഷത്ത് നിന്ന് പറയാനാകുന്നു പറഞ്ഞു എന്ന ഒരു ആത്മസംതൃപ്തിയോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്തേ, നമഃ ശിവായ, ജയ് ഹിന്ദ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന ഒരു ആപ്തവാക്യം എല്ലാ കമ്മ്യൂണിസ്റ്റുകളും മാത്രമല്ല എല്ലാ നാട്ടുകാരും കേട്ടിട്ടുള്ളത് തന്നെയാണ്. എന്നാൽ ഇന്ന് നിങ്ങൾ എന്നെ സംഘിയാക്കി, നിങ്ങൾ എന്നെ BJP ആക്കി, നിങ്ങൾ എന്നെ ഹിന്ദു തീവ്രവാദിയാക്കി എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഹിന്ദു ഇനി എല്ലാവരും പറയുന്നത് കേൾക്കാനോ ഉത്തരം പറയാനോ ഉള്ള ബാധ്യത ഹിന്ദുവിനില്ല. ഹിന്ദു കൃത്യമായി വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ചോദ്യം ചോദിക്കുന്നവരെ പല രീതിയിലും നിങ്ങൾക്ക് ദ്രോഹിക്കാം. പക്ഷേ എന്തായാലും ചണ്ടാള ബാബാജി ആയാലും VR രാജശേഖരജി ആയാലും നമ്മുടെ ആരിഫ് ഹുസൈൻജി ആയാലും കൃത്യമായിട്ടും ഈ വിഷയത്തിലെ ഇരട്ടത്താവ് പച്ചയ്ക്ക് തുറന്ന് കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടതുണ്ട്. കാരണം ഒരു ഇസ്ലാം നാമധാരിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ ഒരു സ്വഭാവം, അത് ആഹ. എന്നാൽ ഒരു ഹിന്ദു അതല്ലെങ്കിൽ ക്രൈസ്തവ നാമധാരിക്ക് വന്നു കഴിഞ്ഞാലോ അത് ഏഹേ എന്ന പുച്ഛത്തോടു കൂടി എടുക്കുന്ന ആ മനോഭാവം കേരളത്തിന്റെ ആ ഇരട്ടത്താപ്പ് പൂർണ്ണമായിട്ടും ഈ ഒരു സെഷനിലൂടെ ബോധ്യപ്പെടുത്തി എന്നുള്ള ആ ഒരു വിശ്വാസത്തോടെ തന്നെ തൽക്കാലം നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ വിശിഷ്ട അതിഥികൾക്ക് ഒരുപാട് നന്ദി. മാത്രമല്ല മാന്യ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.